അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വചനദീപ്തി പ്രെയർ ഫെലോഷിപ്പിൽ കൂടി നമ്മൾ സാക്ഷ്യകൂടാരത്തിൽ സാക്ഷ്യങ്ങൾ നൽകുവാൻ ഈ ദിവസങ്ങൾ ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപയാൽ സാക്ഷ്യകൂടാരം എന്ന പ്രോഗ്രാം വളരെ അനുഗ്രഹീതമായ നിലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. വചനദീപ്തിയിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സാക്ഷ്യകൂടാരത്തിലെ ഓരോ സാക്ഷ്യങ്ങളും കയറി കാണുകയും മറ്റ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് അത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കാരണം അനേകരുടെ ജീവിതത്തിൻ്റെതായ വിടുതലുകൾ ദൈവം നടത്തിയ വിധങ്ങൾ അവർ പ്രസ്താവിക്കുമ്പോൾ അത് അനുഗ്രഹമായി മാറും. തീർച്ചയായിട്ടും ഇന്നത്തെ സാക്ഷ്യവും നമുക്ക് ഏറെ അനുഗ്രഹമാകും. ഇന്നലെ തന്നെ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ രാധാകൃഷ്ണൻ ബ്രദറാണ് തന്റെ സാക്ഷ്യം ഇന്ന് നമ്മളോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നത്. കാരണം തന്റെ ജീവിതം ഒരു സംഭവബഹുലമായ അനുഭവമാണ്. ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ടു. കർത്താവിന്റെ നാമത്തെ എങ്ങനെ അറിയുവാൻ ഇടയായി, അതിനുള്ള അല്പമാത്രമായ മുഖാന്തരങ്ങൾ താൻ പറയുവാൻ തക്കൊണ്ടും ഇടയായി. ഇനിയും തന്റെ ജീവിതത്തിൽ അവർണ്ണനീയമാം വിധത്തിലുള്ള സാക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇന്നു പകൽക്കാലം കർത്താവിന്റെ ദാസനെ സാക്ഷ്യകൂടാരത്തിലേക്ക് തന്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തക്കവണ്ണം സ്വാഗതം ചെയ്യുന്നു. പുതിയതായുള്ള ധാരാളം അനുഭവങ്ങളുണ്ടല്ലോ, ജീവിതത്തിൽ ദൈവം നടത്തിയ വിധങ്ങളുണ്ടല്ലോ, അവയൊക്കെയും പറയുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല നിമിഷത്തിനായിട്ട് സ്തോത്രം. കർത്താവിന്റെ ദാസനെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ, കഴിഞ്ഞ ദിവസം ഞങ്ങളെ അനുഗ്രഹീതമായ സാക്ഷ്യം കേൾപ്പിച്ചല്ലോ. സെക്ഷൻ 1 ഞങ്ങൾക്ക് തന്റെ ജീവിതത്തിൻ്റെതായ ആ പല ഓർമ്മകളും അനുഭവങ്ങളും ക്രിസ്തുവിനെ കണ്ടെത്തിയതായ പാതകളും കേൾക്കുവാനിടയാക്കിയെങ്കിൽ ഈ സെക്ഷൻ 2 ദൈവമഹത്വം തന്റെ ജീവിതത്തിൽ പിന്നെയും വെളിപ്പെടുത്തിയത് അനേകായിരങ്ങൾക്കൊരു ആശ്വാസവും തണലുമായി മാറത്തക്ക നിലയിൽ അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുന്നതായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. അതിനായിട്ട് സമർപ്പിക്കട്ടെ. കർത്താവിന്റെ ദാസന്റെ നാവോട് വായോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം നന്നായി കർത്താവ് തന്നെ ക്രമീകരിച്ചു തരണമേ. ഒരു വിധത്തിലും യാതൊരു പ്രയാസവും ഉണ്ടാകുവാൻ അനുവദിക്കരുത്. ഈ സാക്ഷ്യങ്ങൾ ഓരോ ഹൃദയങ്ങളെയും ടച്ച് ചെയ്യുവാൻ ദൈവം ഇടയാക്കണമേ. ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ, ആമേൻ, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന്റെ വഴിയിലേക്ക് കടന്നു വരുവാൻ കർത്താവെ ഓരോ സാക്ഷ്യങ്ങളും കർത്താവ് അതിന് ഇടയാക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. സാക്ഷ്യകൂടാരം എന്ന ഈ കർത്താവെ ഈ പ്രവർത്തനത്തെ സ്വർഗം മാനിക്കണം. വചനദീപ്തിയുടെ ആമേൻ എല്ലാ പ്രോഗ്രാമുകളെയും കർത്താവ് മാനിച്ചു കൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. തുടർന്ന് ഇവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസന് സാക്ഷ്യം പറയാം. ദൈവം അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മാന്യ ദൈവമക്കളെ, വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലെ കാണികളായ ദൈവമക്കളെ, ഇത് കേൾക്കുന്ന എല്ലാവർക്കുമായി വേഗംപരനായ യേശുക്രിസ്തുവിനുള്ള നാമത്തിനു വേണ്ടി എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാതം വീണ്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ സാക്ഷ്യം നിൽപ്പാന്നവരുടെ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇതിലെ ഒരു ഭാഗം പറഞ്ഞു തീർപ്പാൻ ദൈവം സഹായിച്ചു. എൻ്റെ സഹോദരിയുടെ ആമീൻ ഖാലിജ ജനിച്ച 3ാമത്തെ കുഞ്ഞിന് കരൾ ഇല്ലാതെ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് കൈവിട്ടു, ഈ ലോകം കൈവിട്ടു, എല്ലാം തീർന്നു, അത് മരിച്ചു പോകും 7 വയസ്സാകുമ്പോൾ വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥാനത്ത് അങ്ങനെയല്ല, ഖാലിജ ജീവിക്കുന്ന ദൈവമാണെന്ന് പറയുവാൻ തക്കവണ്ണം ആമീൻ ആ പയ്യന്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും ദൈവം മഹാഭാഗ്യം ഒരുക്കി എന്നേ പറയുവാനുള്ളൂ. അന്ധകാരത്തിലിരിക്കുന്ന അല്ലെങ്കിലും ഈ അത്ഭുത പ്രകാശകൻ നടത്തിയ ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തുതിക്കുകയാണ്, വാഴ്ത്തുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന്റെ അവിലെ വിടുതൽ ഞങ്ങളൊക്കെ കേട്ടറിഞ്ഞതാണ്. സത്യത്തിൽ അനുഭവിച്ചത് എൻ്റെ സഹോദരിയാണ്. വളരെ കഷ്ടങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ കൂടി എന്തു വന്നാലും താൻ ഒരു പെൺകുഞ്ഞ് വേണം, കളയത്തില്ല എന്നൊരു വലിയ ദൃഢനിശ്ചയത്തോടു കൂടി അതിനെ ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ തക്കണം ദൈവം കൃപ ചെയ്തു. അതെന്റെ സഹോദരിയുടെ മിടുക്കോ ഞങ്ങളുടെ മിടുക്കോ ഒന്നുമല്ല. ഇതിന് പിന്നിൽ
പ്രവർത്തിച്ച ഒരു ദൈവമുണ്ട്. അവന് ആ ദൈവത്തിന് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പദ്ധതിയൊക്കെ ദൈവം ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്. ഈ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോഴും ഇതൊക്കെ അനുഭവിച്ചത് എൻ്റെ സഹോദരിയാണെങ്കിൽ ഇതൊക്കെ ഇത്രയും സാക്ഷ്യം എൻ്റെ വീട്ടിലൊരു സഭ തുടങ്ങാൻ പോകുമെന്ന് തീരുമാനിച്ചത് വരെയുള്ള കാര്യങ്ങൾ എൻ്റെ സഹോദരി എന്നോട് സാക്ഷ്യം പറഞ്ഞതാണ്. എന്നാൽ തുടർന്നുള്ളത് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ എങ്ങനെ യേശുവിനെ അറിഞ്ഞു, കർത്താവിനെ എങ്ങനെ അറിഞ്ഞു, ദൈവത്തെ അങ്ങനെ കണ്ടുമുട്ടി എന്നൊരു അനുഭവ സാക്ഷ്യം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കമായി പറഞ്ഞ് അത് അവസാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, എന്നാൽ നമ്മൾക്ക് സമയങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സമയപരിധിയിൽ തന്നെ അത് പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയെ ചോദിക്കുകയാണ്. ഇന്ന് പൽക്കാലം നമ്മൾ ഒരുമിച്ച് ആ ദിവസങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കണം. അലിയ ബൈബിൾ എന്ന കറുത്ത പുസ്തകം എനിക്ക് ഏറ്റവും വെറുപ്പുള്ളൊരു പുസ്തകമായിരുന്നു. ബൈബിൾ എന്ന് കേട്ടാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയും, ഈ കറുത്ത ബൈബിൾ ഇല്ലാതെ, ഈ വചനമില്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ കൊണ്ടുവരാനിടയായി എന്ന് വേണം പറയുവാൻ. ഇന്ന് പകൽക്കാലം എൻ്റെ അപ്പൻ പറഞ്ഞു, ഞാൻ SNDP ഉണ്ടാക്കിയെങ്കിൽ ഒരു ദൈവസഭ ഉണ്ടാക്കും. ഇതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ പേരൊക്കെ ഒന്നുകൂടി ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാം. എൻ്റെ പേര് രാധാകൃഷ്ണൻ പീടി. എൻ്റെ വൈഫിൻ്റെ പേര് ഇന്നലെ ഞാൻ പറഞ്ഞു, ഗീത. 2 മക്കളാണ്. ഹലിയ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ദിവസത്തിൽ ഇരിക്കുന്നതിന് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു പദ്ധതി നമ്മളെപ്പറ്റി ദൈവം ഒരുക്കിയാൽ, നമ്മൾ എത്ര വലിയ മിടുക്കനായാലും, എത്ര വലിയ ശക്തിശാലിയായാലും, എത്ര വലിയ ആളായാലും, ദൈവം ഉദ്ദേശിച്ച വഴിക്ക് കൊണ്ടുവന്ന് നമ്മളെ അത് അങ്ങനെ ആക്കി തീർക്കുന്നത് വരെ ദൈവം നമ്മളെ കൊണ്ടു നടക്കും. നീ എത്ര വലിയ ആളെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിന് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇന്ന് പ്രഭാതത്തിൽ വിളിച്ചു പറയാം. ആമേൻ. കർത്താവില്ലാതെ ഇന്ന് ജീവിക്കാൻ പറ്റത്തില്ല. ആ അവസ്ഥയിൽ കൊണ്ടുവരാൻ കാര്യം തന്നെ ദൈവത്തിന്റെ സ്നേഹമാണ്. ഞാൻ പലതും ഓർക്കുമ്പോൾ ഭയപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ പറയാം, ദൈവത്തിന്റെ കരുണകളിൽ, ദൈവത്തിന്റെ സ്നേഹത്തിൽ, ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആയിരിക്കുന്നുവെങ്കിൽ ആ ദൈവം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. ആമേൻ. ഇന്ന് പൽക്കാലം എൻ്റെ പിതാവ് ആ ഭവനത്തിൽ, ഹല്ലേലൂയ, ഞങ്ങൾ ഡൽഹിയിലാണല്ലോ. അപ്പം ഞങ്ങളുടെ റൂമിൽ ഒരു ദൈവസഭ എൻ്റെ പിതാവ് ആരംഭിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. കുറച്ച് ദൈവദാസന്മാരൊക്കെ വന്നിരുന്നു. അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭവനത്തിൽ ആലയം തുടങ്ങണം. അത് അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ചുമ്മാതല്ല, ഫ്രീക്കല്ല, ₹1 വാടകയ്ക്ക്. ആമീൻ. സഭായോഗം അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, സഭ എന്ന് പറയാൻ പറ്റുന്ന ഒരു കൂട്ടായ്മ എൻ്റെ ഭവനത്തിൽ ദൈവം തമ്പുരാൻ ആരംഭിപ്പാനിടയായി. എൻ്റെ അപ്പൻ SNDP എല്ലാം വിട്ട്, SNDP എല്ലാം മാറ്റി, ഞങ്ങളുടെ വീടോട് ചേർന്ന് അതെല്ലാം മാറ്റി ഞങ്ങളുടെ ഭവനത്തിൽ ഹല്ലേലൂയ എൻ്റെ പിതാവ് ഒരു യോഗം കൂടുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അമേരിക്കയുടെ പ്രദേശത്ത് കടന്നു വന്നപ്പോൾ സഹോദരനെയും ഈ വിവരങ്ങളൊക്കെ അറിയിച്ചു. അദ്ദേഹം തുടങ്ങാനൊക്കെ പറഞ്ഞ് അങ്ങനെ ഈ യോഗം തുടങ്ങി. എന്നാൽ വലിയൊരു ഭാഗ്യം അതിനകത്തുണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ യോഗം കൂടുന്നതിന് തലേദിവസം തന്നെ അദ്ദേഹം വേറൊരു ദേവദാസനുമായി അമേരിക്കയിൽ തന്റെ വീട്ടിലെത്തുവാനിടയായി. ആമേൻ. അന്ന് പകൽക്കാലം 1ാമത്തെ ഉപവാസ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ഈ ദൈവത്തിന്റെ ദാസൻ തന്നെയാണ് ഇത് പ്രാർത്ഥിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല, എൻ്റെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ പറയുക. ആമീൻ. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഉപവാസ പ്രാർത്ഥന അവിടെ ആരംഭിക്കുകയാണ്. ഒരു ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു തുടങ്ങിയപ്പോൾ, ആമീൻ, എൻ്റെ അച്ഛനോ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ വീടോ ആർക്കോ ഇതിനെ പറ്റൊന്നും അറിയത്തില്ലെങ്കിലും വന്ന ആൾക്കാരും കൂടിയ ആൾക്കാരും അമേരിക്ക വന്ന പ്രിയ സഹോദരനോ കൂടി 2-3 ദൈവദാസന്മാരെ വിളിച്ച് 3 ദിവസം ഉപവാസ പ്രാർത്ഥന എൻ്റെ ഭവനത്തിൽ ആരംഭിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ പറയാൻ ദൈവമക്കളെ, ഹല്ലേലൂയ, ഞങ്ങളൊക്കെ ആയിരുന്നിടത്ത് ജാതീയ പാരമ്പര്യത്തിൽ ഞങ്ങളെ ഒക്കെയും ആമീൻ ദൈവമാണ് കരുതുന്നത് ഞങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുക.
അനേക തെറ്റിലും കുറ്റലും പോരായ്മകളൊക്കെ പാവത്തിലൊക്കെ നടന്ന അടിയങ്ങൾ ഞങ്ങളെ ഒന്നും ഈ ദൈവം കൈവിട്ടില്ല. ഈ ദൈവ അടിയങ്ങൾ ഞങ്ങളെല്ലാം സൂക്ഷിച്ചു എന്ന് പറയുക. കാരണം എന്റെ ഭവനത്തിൽ ഒരാലയം ആരംഭിച്ച് ഉപവാസപ്രാന്തം തുടങ്ങുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ആലയത്തിന്റെ നാമത്തിൽ തുടങ്ങിയ ഈ സംരംഭം തുടക്കത്തിലെ വലിയ അനുഗ്രഹമായിരുന്നു എന്ന് വേണം പറയുക. അതിങ്ങനെ ഒന്ന് തുടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ജനം കടന്നു വന്നു. എവിടുന്നൊക്കെയോ അപ്പം എന്റെ പിതാവ് പറഞ്ഞു, ഞാൻ കണ്ടില്ല കേട്ടില്ല, ഞാനിത് പിന്നെ അറിഞ്ഞതാണ്. എന്റെ സാക്ഷ്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്നാം ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അമേരിക്കയിൽ വന്ന പ്രിയ സഹോദരനും പ്രിയ ദേവദാസനും കൂടി ആരംഭിച്ച് അന്ന് അവിടെ ആ യോഗം ആരംഭിക്കുകയാണ്. ആമീൻ. രണ്ടാം ദിവസം ഇതുപോലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കടന്നു വന്ന് ഒരു ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ വിളിച്ചു പറയാൻ ഇടയാക്കി എന്ന് ഞാൻ കേട്ടു. എന്റെ പിതാവ് പറയാനിടയായി, നിങ്ങൾ സ്നാനപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്നു. എന്റെ പിതാവും എന്റെ മാതാവും എന്റെ സഹോദരിയും എന്റെ അളിയനും രണ്ട് കുഞ്ഞുങ്ങൾ അവരെ പിന്നെ സ്നാനപ്പെടുന്നു. ഇവർ 4 പേര്, പിന്നെ കൂടെ രണ്ടാളും സ്നാനപ്പെടുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ആ ദേവദാസൻ വിളിച്ചു പറഞ്ഞു, ഭവനത്തിൽ അനർത്ഥം നടക്കും. ഈ സ്നാനം 2 ദിവസമാക്കണം. അപ്പനും അമ്മയും ഒരു ദിവസം സ്നാനപ്പെടണം, അല്ലെങ്കിൽ സഹോദരിയും അളിയനും മറ്റുള്ളവരും വേറൊരു ദിവസം സ്നാനപ്പെടണം. അങ്ങനെ ഒരു ദൈവത്തിന്റെ ആലോചന പറഞ്ഞപ്പോൾ ആമേൻ, അതെല്ലാവരും ഏറ്റെടുപ്പാനിടയായി. എന്നാൽ ഞങ്ങളുടെയൊക്കെ വീട്ടില് എന്നും നിത്യസന്ദർശനായിരുന്ന ഒരു സഹോദരനും കുടുംബം ഉണ്ടായിരുന്നു. അവർ താമസിക്കുന്ന കോന്നിയിലാണ്. അദ്ദേഹം കുമ്പഴ മെയിൻ ചന്തയിലെ ലോഡിങ്ങുകാരനാണ്. ഭയങ്കര മദ്യപാനിയാണ്. ഹല്ലേലൂയ. ഇദ്ദേഹത്തിന്റെ 2 മക്കളും ആ മാതാവും രണ്ടാമത്തെ ദിവസം കടന്നു വരുവാനിട. അവർ വിശ്വാസത്തിലാണ്. ആ മാതാവും 2 കുഞ്ഞുങ്ങൾ വിശ്വാസത്തിലാണ്, പിതാവ് വിശ്വാസത്തിലല്ല. 16ഉം 17ഉം വയസ്സ് 2 കുഞ്ഞുങ്ങൾ. മൂത്തതാണ് രണ്ടാമത്തെ ബിനു, രണ്ടാമത്തെ ബീന. ആമേൻ. ഇവര് കടന്നു വന്ന് ഈ സഭായോഗത്തിൽ മധ്യത്തിൽ ഇത് പ്രാർത്ഥിക്കുമ്പോൾ 2ാം ദിവസത്തിന്റെ പകൽക്കാലവും ദൈവത്തിന്റെ ആലയം വിളിച്ചു പറയുകയാണ്, ആമേൻ, ഭവനത്തിൽ ഒരു അനർത്ഥം കടന്നു വരുന്നു. വീണ്ടും എല്ലാവരും പ്രാർത്ഥിച്ചു, എല്ലാവരും ആരാധിച്ചു. അന്നത്തെ ആരാധന സ്വർഗത്തിലെ തീ ഇറങ്ങുന്ന ആരാധനയായിരുന്നു എന്ന് പലരും പറഞ്ഞ് ഞാൻ അറിഞ്ഞു. അവിടെ സംബന്ധിച്ചവർ പിന്നറിഞ്ഞു. ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ, ഒരിക്കലും ആർക്കും കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത രീതിയിൽ അഭിഷേകത്താലും പരിശുദ്ധാത്മാവിലും ജനം നിറഞ്ഞ് കവിഞ്ഞ് പലരും അവിടെ അന്ന് അഭിഷേകം പ്രാപിച്ചാണ് മടങ്ങിയത്. ഈ കൂട്ടത്തിൽ ഈ 2 കുഞ്ഞുങ്ങളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞു. മേൻ. ഈ പിതാവ് കിട്ടുന്ന പണം മൊത്തം മദ്യപിച്ച് കളയുക. ഒരു വീടില്ല, ഒന്നുമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ സഹകരിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഭവനം പോലെ 4 തൂണ് കെട്ടി ഓട് കിട്ടെങ്കിലും ഇത് ചുമരൊന്നുമില്ല. ഒരു ഭാഗത്ത് കിടക്കുന്നിടത്ത് ആ മക്കളുടെ ആ 2 കുഞ്ഞുങ്ങളെ മാതാവ് സാരി വലിച്ച് കെട്ടി ആണ് ഈ കുഞ്ഞുങ്ങളെ പോറ്റി കിടത്തിയിരുന്നത്. പിതാവ് മദ്യപിച്ച് വരും, വന്നു, വന്നില്ല. അവർ സാഹചര്യത്തിലായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഭവനത്തിൽ വെച്ച് ആ കുഞ്ഞുങ്ങൾമേൽ വ്യാപരിപ്പാനിടയായി. ആമീൻ, ഹല്ലേലൂയ. അങ്ങനെ 2ാമത്തെ ദിവസവും ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ 3ാം ദിവസത്തിന്റെ പകൽക്കാലം ഉപവാസപ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ദൈവത്തിന്റെ വലിയൊരു നിറവ് അവിടെ അനുഭവപ്പെടാൻ ഇടയായി. 3ാം ദിവസം കടന്ന് ദൈവത്തിന്റെ ദാസൻ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മധ്യത്തിൽ ആമീൻ, ഈ കുഞ്ഞുങ്ങളിൽ ഈ ആൺകുഞ്ഞ് വിളിച്ചു പറയുവാൻ ഇടയായി. ആമീൻ, സ്നാനം നടക്കുമ്പോൾ ഒരുമിച്ച് നടത്തിയാൽ അച്ഛൻ കുളക്കരയിൽ മരിച്ചു വീഴും. ആമീൻ. അഭിഷേകം മാത്രമല്ല, 2 കുഞ്ഞുങ്ങൾക്ക് വന്ന് പ്രവചന ശുശ്രൂഷ ദൈവം കൊടുത്തു.
ആമീൻ. ഇത്ര ചെറുപ്പത്തിലെ അഭിഷേകവും പ്രവചനത്താൽ ഈ കുഞ്ഞുങ്ങൾ നിറഞ്ഞത് അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമായിരുന്നു. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാം, ഈ കുഞ്ഞുങ്ങളുടെ അഭിഷേകം പ്രാപിച്ച് ഈ കുഞ്ഞുങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവചന ശുശ്രൂഷ വ്യാപരിച്ചപ്പോൾ തന്നെ പിതാവിന്റെ മേൽ വലിയൊരു മാറ്റം ഉണ്ടാകുവാൻ ഇടയായി. ആമീൻ. അദ്ദേഹവും ഹല്ലേലൂയ ഈ കൂട്ടായ്മ സംബന്ധിപ്പാനും ഇവരോട് പ്രാർത്ഥിപ്പാനും ഒക്കെ ഹല്ലേലൂയ ഇടയായ ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു എന്ന് പറയുവാൻ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവം ഒന്ന് നോക്കിയാൽ നമ്മൾ അവിടെ നിൽക്കത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മളെ മേൽ വ്യാപരിപ്പാൻ ദൈവത്തിന്റെ കൃപ അവൻ നമ്മൾ പകർന്നു തരും. അത് നമ്മുടെ ബലമോ നമ്മുടെ ശക്തിയോ അല്ല, ദൈവത്തിന്റെ കൃപയൊന്നും മാത്രമല്ല. ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽക്കാലം കണ്ടു, ഒരു ഉപവാസ പ്രാർത്ഥന ആമീൻ തുടങ്ങിയതേ ഉള്ളൂ. സഭയായിട്ടല്ല, അനേകർ കൂടി ചെയ്ത ഒരു കൂട്ടായ്മയാണ്. എന്നാൽ അതിന്റെ മധ്യത്തിൽ സ്വർഗം ഇറങ്ങി എന്ന് വേണം പറയുവാൻ. അതെന്റെ ഭവനത്തിനകത്ത് അത്ഭുതമായ ഒരു വിടുതലിന്റെ ആരംഭമായിരുന്നു വേണം പറയുവാൻ. ഇത് ഈ ഒരു എന്റെ സഹോദരന്റെ കുഞ്ഞിന് കിട്ടിയത് ഒരു ചെറിയൊരു വിടുതലാണ് എന്ന് ഞങ്ങൾ പറയത്തുള്ളൂ. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അപ്പന്റെ പ്രവൃത്തി എന്റെ ഭവനത്തിൽ അപ്പൻ ഇറങ്ങി വന്നു പ്രവർത്തിച്ച്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം, അനേകര് ആമീൻ സുവിശേഷം കേട്ടിറങ്ങിയിട്ടുണ്ട്, അനേകര് സാക്ഷ്യം കേട്ടിറങ്ങിയിട്ടുണ്ട്, അനേകർ ഇന്ന് പകൽക്കാലം ഒരു കാര്യമുണ്ട്, ഈ ദൈവത്തിന്റെ വചനം കേട്ടിറങ്ങിയവരുണ്ട്. എന്നാൽ എന്റെ ജീവിതത്തിൽ എനിക്കിതൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ വചനം കേട്ടിട്ടില്ല, ഞാൻ ആരെയും പരിഹസിച്ചിട്ടുമില്ല. എന്നാൽ ഒരു രാത്രി സ്വർഗം എന്റെ മുന്നിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച ഒരു രാത്രിയുണ്ട്. അന്ന് ഞാൻ ഈ വേദപുസ്തകത്തെ എന്റെ മാറോട് അണച്ചൊരു ദിവസമുണ്ട്, ഒരു രാത്രിയുണ്ട്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് പകൽക്കാലം ആമീൻ. ഇതാ ഞാൻ പറഞ്ഞത്, ദൈവം ഒന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ നീ ഒരു സാക്ഷ്യവും കേൾക്കണ്ട, ഒരു വചനവും കേൾക്കണ്ട, ഒരു പ്രബോധനം കേൾക്കണ്ട, ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൈവം അത്ഭുതങ്ങളെ ചെയ്ത ദൈവമാണ്. ആ ദൈവത്തെ ഞങ്ങൾ നേർപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ഭവനത്തിൽ നമ്മളുടെ മേൽ ദൈവം ഇറക്കിക്കൊണ്ടു തരുവാൻ ശക്തനാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്, ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ്, ഞാൻ കണ്ട ഒരു വ്യക്തിയാണ്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആമേൻ. അങ്ങനെ ഹല്ലേലൂയ എന്റെ വീട്ടില് അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും സന്തോഷമായി പിരിഞ്ഞു. അവർ സ്ഥാനപ്പെടുവാൻ തീരുമാനിച്ചു. അളിയനും പെങ്ങളും കൂടുതൽ രണ്ടുപേരും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് സ്ഥാനപ്പെടുന്നു. അതിന്റെ പിറ്റേ ദിവസം എന്റെ പിതാവും മാതാവും സ്ഥാനപ്പെടാൻ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ 2-3 ദിവസം കഴിഞ്ഞ് നമുക്ക് സ്ഥാനപ്പെടാൻ അപ്പം പറയാനൊക്കെ ഇടയായി. അങ്ങനെ ആദ്യ ദിവസത്തെ സ്നാനത്തിനായി എന്റെ സാധാരണ പെങ്ങളും അളിയനും മറ്റുള്ളവർക്ക് തയ്യാറായിട്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞങ്ങളുടെ കടയില് ഹോട്ടലില് അന്ന് വലിയ പ്രതാപമൊന്നും ഇപ്പൊ ഇല്ല. അന്ന് പിന്നെ ഇപ്പൊ അങ്ങ് വളർന്നേ ഉള്ളൂ. എങ്കിലും അവിടെ വന്ന് ഹല്ലേലൂയ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഹല്ലേലൂയ എന്റെ അപ്പൻ പറഞ്ഞു, ഞാനൊരു ആലയം തുടങ്ങി. ഇന്നലെ 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടത്തി. ചുമ്മാ അങ്ങ് പറയുക. അത് അനുഗ്രഹമായിരുന്നു. ഞങ്ങൾ സ്നാനപ്പെടാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അനേകരോട് പറഞ്ഞപ്പോൾ തന്നെ അതൊരു വലിയ സംഭവമായി ദേശത്ത് വ്യാപരിപ്പാനിടയായി. ബന്ധുക്കൾ അറിഞ്ഞു, സ്വന്തക്കാരറിഞ്ഞു, രക്തബന്ധങ്ങൾ എല്ലാവരും വന്നു പ്രശ്നമുണ്ടാക്കി. അങ്ങനെയും ഇങ്ങനെയും ഒരു ബന്ധം ഉണ്ടാകത്തില്ല, ഒന്നും ചെയ്ത് ഞങ്ങളിനി സഹകരിക്കത്തില്ല, മക്കളുടെ കല്യാണമോ മറ്റൊന്നും ഞങ്ങൾ സഹകരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു, നിങ്ങൾ ആരും ഒന്നിനും സഹകരിക്കണ്ട, നിങ്ങൾ ആരും എന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട്, അവനെ ഞാൻ കണ്ടു എന്ന് പറയുവാൻ ഇടയായി. ഹല്ലേലൂയ എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ അപ്പനെ കൂടി വെളിപ്പെടുക. ആമീൻ. ഷാപ്പിൽ കോൺട്രാക്ടറായി നടന്ന് ഷാപ്പ് കച്ചവടം നടത്തി, കള്ളുകച്ചവടം നടത്തി. ഹല്ലേലൂയ അനേക സാധനങ്ങൾ മദ്യപിച്ചു അടിപൊളിയായിട്ട് നടന്ന് എന്റെ അപ്പൻ ഇന്ന് പറയുന്നു, രക്ഷകൻ ഒരുവനേ ഉള്ളൂ, അത് യേശുവാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നി. കാരണം എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം കൈവിടത്തില്ല. ആമീൻ. ഒരു ഒരു സഭയുടെ ദൈവ കൂട്ടായ്മ എന്നൊരു സഭാ ബോർഡ് എഴുതി എന്റെ വീടിന്റെ മുന്നിൽ ചാർത്തി എന്റെ അപ്പൻ. ആമീൻ. ഹല്ലേലൂയ ഒരു ജയം. ഹല്ലേലൂയ ആ ബന്ധുക്കോസ് കൂട്ടായ്മ ഒരു ബോർഡ് എഴുതി എന്റെ അപ്പൻ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തൂക്കി. അനേകർ കണ്ട് അത്ഭുതം കൂടി. പലരും അന്വേഷിച്ചു വന്നു. പലരും ചോദിച്ചത് എന്താ അങ്ങനെ സംഭവിച്ചെന്ന് പറയുവാനിടയായി. കാരണം രാജാവായിരുന്നവൻ
അലിയ അലിയ 7 ഷാപ്പിന്റെ ഉടമസ്ഥൻ, അനേക ഏക്കർ വസ്തുക്കളുടെ ഉടമസ്ഥൻ ആയിരുന്നവൻ ഇന്നിതാ യേശുവിന്റെ നാമത്തിൽ തന്റെ വീട്ടിൽ ഒരു ബോർഡ് കെട്ടിത്തൂക്കിയിരിക്കുന്നു പറഞ്ഞപ്പോൾ കണ്ടവരും കേട്ടവരും അനേകരെ കടന്നു വന്ന് ചോദിച്ചപ്പോൾ അവളൊക്കെയും പറഞ്ഞു ഒരു വെളുപ്പിന് ഇടയായി. എന്നാൽ അതിനൊരു ആരംഭം മാത്രമായിരുന്നു വേണം പറയുവാൻ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ദൈവം വിശ്വസ്തന, അവൻ നമ്മുടെ ദൈവം പരിശുദ്ധന, നമ്മുടെ ദൈവം നമ്മളെ വഴിയിലിട്ടിട്ട് പോകത്തില്ല. നിന്നെ പിടിച്ചിറക്കി കൊണ്ടുവന്നാൽ അവൻ ഹല്ലേലൂയ മനുഷ്യരെ പോലല്ല, അവൻ കൈവിടാത്തില്ല, അവൻ ഉപേക്ഷിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ ഓടിപ്പോയാലും നമ്മളെ പിടിച്ചുകൊണ്ടിരുന്ന ദൈവമാ. ആ ദൈവത്തിന്റെ അരങ്ങൾ ഇന്ന് പലകാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് അനുഭവിച്ചറിയുവാൻ ദൈവം കൃപ ചെയ്യണം. ആമീൻ ആമീൻ ആമീൻ. തടിച്ച നാവോട് കൂടിയിരുന്ന മോശയെ ആമീൻ ഒരു ദേശത്ത് ഇറക്കിച്ചുകൊണ്ട് ചെന്ന് ഒരു സംസ്ഥാനത്തിന്റെ അധിപതിയാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർത്തോണം, എന്റെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് പകൽക്കാലം ദൈവം പരിശുദ്ധനായ ദൈവമാണ്. ഹല്ലേലൂയ. തന്റെ ആടുകളെ മേച്ച് നടന്ന ഒരു മോശയോട് ദൈവം ഇടപെട്ടത് എങ്ങനെയാണെന്ന് അറിയാമോ? ആർക്കും വേണ്ടാത്തവൻ, ആടിനെ മേയിക്കുന്നവൻ, വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, തടിച്ച നാവോട് കൂടിയവൻ, ആരാലും ഒരു ഉപയോഗമില്ലാത്തവൻ, അവൻ കർത്താവെ ആടിനെ മേച്ച് നടക്കുന്ന സമയത്ത് ഒരു ദിവസം യഹോവയുടെ പർവ്വതമായ ഹോരേബ് വരെ എന്നും ആടിനെ തീറ്റുവാൻ കടന്നു പോകുന്ന മോശ ഒരിക്കൽ പല നാൾ പോയി ആടിനെ മേച്ചെങ്കിലും ഒരു നാൾ അവനൊരു അത്ഭുതം കാണുവാനിടയായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. ഇന്ന് പുറപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായത്തിൽ ആരംഭത്തിൽ വായിക്കുമ്പോൾ അറിയാം ആടുകളെ മേയിച്ചുകൊണ്ട് അമ്മായിപ്പനായി എതിലൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് കടന്നു ചെല്ലുന്ന മോശ കാണുന്ന ഒരു മഹാ അത്ഭുതമുണ്ട്. ഇന്ന് പകൽക്കാലം ഇതുവരെയും കാണാത്ത ഒരു അത്ഭുതം മോശ കാണുവാനിടയായി. ഒരു പുൽപ്പടപ്പിന്റെ നടുവിൽ അത് അഗ്നി കത്തി എരിയുന്നു. പുൽപ്പടപ്പ് കേടുകൂടാതെ നിൽക്കുന്നു, അഗ്നിശക്തിയായി എരിയുന്നു. ഈ അത്ഭുതം എന്തെന്ന് കാണുവാൻ മോശ കടന്നു ചെല്ലുന്ന ഒരു സന്ദർഭമുണ്ട്. ഇന്ന് പകൽക്കാലം എന്റെ യേശുവാരെന്നും എന്റെ കർത്താവാരെന്നും എന്റെ ദൈവമാരെന്നും എന്റെ കുടുംബം അറിഞ്ഞില്ലെങ്കിൽ മോശ കണ്ട അഗ്നി പോലെ ഒരു വലിയ അഗ്നി എന്റെ ഭവനത്തിൽ ഇറങ്ങി യേശുവിനെ കാണുവാൻ എന്റെ അപ്പനെയും അമ്മയും എന്റെ സഹോദരങ്ങളെ ഒരുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്. അവൻ നിന്നെ കൈവിടത്തില്ല, അവൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. കാണാത്ത കാര്യങ്ങളെ കാണിപ്പാൻ, ഇല്ലാത്തതിന് ഉള്ളതോളം ഉളവാക്കുവാൻ, ഇന്ന് പകൽ അത്ഭുതത്തിന്റെ രാജാവ് എന്ന് പറയുവാൻ തക്കോണം, എന്റെ ദൈവത്തെ പ്രവൃത്തി കാണുവാൻ തക്കോണം നമ്മളെ ഓരോരുത്തരെയും ദൈവം ഇന്ന് പകൽക്കാലം ഒരുക്കുവാൻ ശക്തനാണ്. ആ ദൈവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ആമീൻ. മോശ കണ്ടു ഒരു അഗ്നി എരിയുന്നു, മോശ കണ്ട ഒരു അത്ഭുതമുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ശക്തിയായ അഗ്നി ഈ മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് കത്തുമ്പോഴും ഈ മുൾപ്പടപ്പിന്റെ ഒരു നാമ്പിനോ ഒരു ഇലക്കോ കേടുകൂടാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ മോശ ഭയപ്പെട്ടു പോയി. മോശ ആകുല ചിന്തയാൽ പെട്ടുപോയി. ഇതെന്തെന്ന് കാണുവാൻ മോശ മുന്നോട്ട് ചെന്നപ്പോൾ ദൈവശബ്ദം മോശ കേട്ടു. മോശേ ഞാനാകുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരിപ്പഴിച്ചിട്ട് എന്റെ അടുത്ത് കടന്നു വരുവാൻ പറഞ്ഞ ഒരു ദൈവശബ്ദം എന്റെ ഭവനത്തിൽ മുഴങ്ങുവാനിടയായി. ഇന്ന് പൽക്കാലം വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്. ദൈവത്തിന്റെ ശബ്ദം നീ കേട്ടാൽ, ദൈവത്തിന്റെ ഒരു വലിയ അനുഭവം നിനക്കുണ്ടായാൽ, ഇന്ന് പറഞ്ഞ ദൈവപതിലെ നമ്മൾ ഒരിക്കൽ പിന്നോട്ട് പോവുകയല്ല. അവൻ ശക്തിയോട്, ബലത്തോടെ, ഉറപ്പോടെ നമ്മളെ മുന്നോട്ട് നടത്താൻ ശക്തനായ ദൈവമാണ് നമ്മുടേത്. ഇന്ന് പോക്കാൻ ആ ദൈവരങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. മോശ കണ്ട അത്ഭുതം ഇന്ന് പകൽക്കാലം കണ്ടു. ദൈവമക്കളെ തന്റെ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിന്റെ കയ്യിൽ നിന്നും പിടിച്ചു കൊണ്ടുപോകുവാൻ വിളച്ചിറക്കി കൊണ്ടുപോകുവാൻ ഇന്ന് പകൽക്കാലം ഫറവോന്റെ മുന്നിലേക്ക് നിന്നെ ഞാൻ അയക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. എന്നാൽ അവിടെ പതറിയ മോശയെ ബലപ്പെടുത്തിയ ഒരു ദൈവം നമ്മുടേത്. ആ ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സമയമില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. എന്റെ ഭവനത്തില് സാധനം നടക്കുവാൻ എല്ലാ കാര്യങ്ങളും ഒരുക്കി എന്റെ അളിയനും എന്റെ സഹോദരി രണ്ടുപേരും സാധനത്തിനായി കോന്നി ജംഗ്ഷനിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. എന്റെ അപ്പനും അമ്മയും വീട്ടിലുണ്ട്. അവർ പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു സാധനം കഴിയാറാകുമ്പോൾ നമുക്ക് പോകാം. അല്ലെങ്കിൽ 3:30 കണ്ട സാധനം വെച്ചിരുന്നേ. അപ്പൊ നമുക്ക് അപ്പോഴത്തെ ചെല്ലാമെന്നൊക്കെ എന്റെ അപ്പൻ പറഞ്ഞു. എന്റെ അപ്പൻ എന്നിട്ട് പറമ്പിൽ പണിക്കാരുണ്ടായിരുന്നു, അവരുടെ കൂടെ പോയി കറങ്ങി അടിച്ചിട്ട് വന്നിട്ട് 1 മണിയായപ്പൻ എന്റെ അമ്മയോട് പറഞ്ഞു, ഹല്ലേലൂയ, നമുക്കൊരു 3 മണിയാകുമ്പോൾ പോകാം.
ഞാൻ അല്പനേരം കിടക്കട്ടെന്ന് പറയുവാൻ ഇടയായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ ഒരു വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയോട് വെളിപ്പെടുവാൻ ഇടയായി. ആമീൻ. എന്റെ അപ്പൻ പോയി കുളിച്ചത് നനച്ചിട്ട് എന്റെ അപ്പന്റെ ഹല്ലേലൂയ സഹോദരന്റെ ഭാര്യയും അന്നേരം ആ വീട്ടിൽ നിൽപ്പുണ്ട്. അവരൊരു എന്തോ ആവശ്യത്തിന് വന്നാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്തു. അച്ഛൻ കടയിൽ നിന്ന് ഒരു ഏത്തക്കായ എടുത്ത് അല്ലെങ്കിൽ ഒരു പഴം എടുത്ത് ഇങ്ങനെ പകുതി എടുത്തിട്ട് പകുതി എന്റെ ഉപ്പാപ്പന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഇടയായി. അവര് കരഞ്ഞു. കാരണം എന്താ അറിയാമോ? വർഷങ്ങളായി, നാളുകളായി ഹല്ലേലൂയ ഹല്ലേലൂയ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നും ഒന്നും ഇദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പഴമെടുത്ത് ചിരിച്ചു സന്തോഷം കൊടുത്തപ്പോൾ എന്റെ ഹല്ലേലൂയ കുഞ്ഞമ്മ, എന്റെ അപ്പന്റെ അനിയന്റെ ഭാര്യ നെഞ്ചത്ത് വെച്ച് കരഞ്ഞു പറഞ്ഞു, ദൈവമേ, ഈ സ്നേഹം എങ്ങനെ വന്നു, ഇതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞമ്മച്ചി അവിടെ കരഞ്ഞപ്പോഴും പറഞ്ഞു, എന്റെ ഇത് ഇങ്ങനെയാണ്, കുഴപ്പമില്ല, നീ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പൻ പോയി കിടക്കുവാൻ ഇടയായി. എന്റെ അമ്മയ്ക്ക് അത്ഭുതം തോന്നി. ആമീൻ, എന്താണ് ഈ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാം. നമ്മളെ ദൈവം തൊട്ടാൽ നമ്മളെ സ്നേഹത്താൽ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ പകയോ വിദ്വേഷമോ എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിക്കൊണ്ട് ദൈവസ്നേഹത്താൽ നിറയ്ക്കുന്ന ദൈവം നമുക്കുണ്ട്. ആ ദൈവം നമ്മളെ കൈവിടത്തില്ല. എന്റെ അപ്പനിൽ വന്ന് വ്യാപരിക്കുന്ന സ്നേഹത്തെ കണ്ടപ്പോൾ എന്റെ കർത്താവ് കുഞ്ഞമ്മച്ചി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുവാനിടയായി. ഹല്ലേലൂയ. എന്റെ അപ്പൻ ഉറങ്ങാൻ കിടന്നു. അച്ഛൻ പറഞ്ഞു, ശാലിനി ഉറങ്ങട്ടെ, നമുക്കൊരു 3 മണിയാകും 3:30 ആകുമ്പോൾ പോകാം എന്ന് പറയുവാനിടയായി. ആമീൻ. എന്റെ അപ്പൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പന്റെ കൂടെ പിതാവിന്റെ കൂടെ പണ്ട് വനം വെട്ടി തെളിച്ച് കയറാൻ വന്ന 3-4 ക്രിസ്ത്യാനി കുടുംബങ്ങളുണ്ട്, ഹിന്ദു കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊരു ക്രിസ്ത്യാനി അച്ഛൻ എന്റെ അപ്പനെ കാണുവാനായി ഒരു 3 മണിയായപ്പോൾ വന്ന് എന്റെ അപ്പൻ കിടന്ന് ഉറങ്ങുന്ന എന്റെ അമ്മ പറഞ്ഞു. ആമീൻ ആമീൻ. അപ്പോൾ എന്റെ അപ്പനെ വിളിക്കുന്നത് ചാന്നാര് വലിയ കൂട്ടാണ്. അവര് ജാതി ഒന്നുമില്ല, അവർക്ക് ഭയങ്കര കൂട്ടാണ് എല്ലാവരുമായിട്ടും. അങ്ങനെ വന്ന് എന്റെ അപ്പൻ കിടക്കുന്ന മുറിയിലേക്ക് പ്രിയ പിതാവ് കടന്നു എന്നിട്ട് എന്റെ അപ്പനെ വിളിച്ചു, ചാന്നാരെ ഇന്നേക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോഴ് ആമീൻ ആമീൻ. എന്റെ അപ്പൻ നൂൽ വസ്ത്രമില്ലാതെ ബെഡ്ഷീറ്റ് എല്ലാം തൊഴിച്ച് കീറി കട്ടിൽ വല്ലാത്തൊരവസ്ഥയിൽ കിടന്ന് പിടയ്ക്കുന്നതാണ് ആ ദൈവ മനുഷ്യൻ. തൊട്ടപ്പോൾ എന്റെ അപ്പന്റെ അവസ്ഥ കണ്ടപ്പോൾ ഈ മനുഷ്യൻ അവിടെ കിടന്ന് ബഹളമുണ്ടാക്കി, ഓടി വായോ സ്വതം ചെയ്യുന്നു. ചാന്നാർക്ക് എന്തോ സംഭവിച്ചു എന്ന് പറയാൻ ഇടയായി. എന്റെ അമ്മ ഓടി ചെന്നപ്പോൾ എന്റെ അപ്പൻ ഹാർട്ട് അറ്റാക്കാൽ അത് സീരിയസ് ആയിട്ട് ഷീറ്റെല്ലാം തൊഴിച്ചു കീറി വല്ലാത്ത അവസ്ഥയിലായി കിടക്കുന്നു. അപ്പനെ പെട്ടെന്ന് എടുത്ത് പുഷ്പഗിരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഇടയായി. അന്ന് കോന്നി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവർ കൊണ്ടുപോകോളാൻ പറഞ്ഞു. ഞങ്ങളുടെ അടുത്തുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് പുഷ്പഗിരി. അന്ന് ഇത്ര വലിയ വലുതൊന്നും അല്ല ഹോസ്പിറ്റല്, വലിയ പ്രതാപമൊന്നും ഇല്ല, എങ്കിലും അറിയാം എല്ലാവർക്കും. ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നു. എന്റെ അപ്പനെ ICUലേക്ക് അഡ്മിറ്റ് ചെയ്തു. ആമീൻ. ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറയുവാൻ ഇടയായി, ഹാർട്ട് അറ്റാക്ക് ആണ്, കുഴപ്പമില്ല, റെഡിയാകുമെന്ന് പറയാനായി. എന്റെ അപ്പൻ 10 മിനിറ്റ് കൊണ്ട് സംസാരിച്ചു. ആമീൻ. എന്റെ വേദന കുറവുണ്ട്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് പറയാൻ ഇടയായി. ഡോക്ടറെ ചെക്ക് ചെയ്തിട്ട് എന്റെ അപ്പനെ കർത്താവ് ഒബ്സർവേഷനിൽ മാറ്റാമെന്ന് പറഞ്ഞു. ഒബ്സർവേഷനിൽ മാറ്റുവാൻ എന്റെ അപ്പനെ കൊണ്ടുവന്ന രണ്ടാമതും പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി. വീണ്ടും എന്റെ അപ്പനെ ICUയിൽ കയറ്റി. രണ്ടാമത് ഡോക്ടേഴ്സ് ചെക്ക് ചെയ്തു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ പിതാവ് വീണ്ടും നോർമലായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേദനയെല്ലാം മാറി, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അവിടെ കിടത്തി 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും എന്റെ അപ്പനെ ഒബ്സർവേഷൻ മുറിയിലേക്ക് കൊണ്ടുപോയി. ഒബ്സർവേഷൻ മുറിയിൽ വീണ്ടും എന്റെ അപ്പന് അറ്റാക്ക് ഉണ്ടായി. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, അവിടെ വെച്ച് തന്നെ എന്റെ പിതാവ് മരണപ്പെടുവാനിടയായി. ആമീൻ ആമീൻ ആമീൻ. സാധനപ്പെടുവാൻ ഒത്തില്ല. ദൈവത്തിൽ രക്ഷിക്കപ്പെടുവാൻ എന്റെ അപ്പനും അമ്മയ്ക്കും ഒക്കെ അന്ന് ഭാഗ്യം കിട്ടിയെങ്കിലും ആമീൻ, എന്റെ പിതാവ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകാൻ ഇടയായി. ദൈവം ആലോചന പറഞ്ഞതുപോലെ തന്നെ അവിടെ സംഭവിപ്പാനിടയായി. സാധനം നടക്കുമ്പോൾ ഭവനത്തിൽ അനർത്ഥം നടക്കുമെന്ന് ദൈവത്തിന്റെ ദാസന്മാർ വിളിച്ചു പറഞ്ഞു. 17 വയസ്സുള്ള കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, വീട്ടിൽ അച്ഛൻ മരിച്ചു, മാറ്റപ്പെട്ടു പോകുമെന്ന് പറയുവാനിടയായി. അതുപോലെ ദൈവം എന്ത് പറഞ്ഞോ അതുപോലെ തന്നെ സംഭവിപ്പാനിടയായി. എന്റെ പിതാവ് മരിച്ച് എന്റെ പിതാവിനെ ഹല്ലേലൂയ ഹോസ്പിറ്റലിൽ കിട്ടിയിരിക്കുമ്പോൾ എന്റെ അളിയൻ എന്നെ വിളിച്ചു പറഞ്ഞു, വിളിച്ചപ്പോൾ ഞങ്ങൾ ഡൽഹിയിലാണ് ജോലി, ഞാനും വൈഫും എന്റെ ചേച്ചി എല്ലാം ഞങ്ങളെല്ലാം ഡൽഹി ജോലി സമയമാണ്. വിളിച്ചു പറയാനിടയായി, ആമീൻ അച്ഛൻ മരിച്ചുപോയി, പെട്ടെന്ന് വരണം, അറ്റാക്ക് ആയിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, ഇന്ന് അഡ്മിറ്റായി, 3 പ്രാവശ്യം അറ്റാക്ക് വന്ന് മരിച്ചുപോയി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരുവാൻ ഇടയാകും. ഇങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വരുവാൻ തയ്യാറായി. അന്ന് തന്നെ പോരുവാൻ തീരുമാനിച്ചിട്ട് പിറ്റേ ദിവസം അങ്ങനെ ഇത് വൈകിട്ടാണ് വിളിച്ച് പറയുന്നത്. ഞങ്ങൾ പിറ്റേ ദിവസം ട്രെയിനിൽ തന്നെ പോരുവാൻ തയ്യാറായി. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള എന്റെ വീടിന് അടുത്തുള്ള ക്രിസ്ത്യാനിന്റെ ഒരു വീടുണ്ട്, അച്ഛാനെ വിളിച്ച് ഞാൻ അവിടെയുള്ള ലാൻഡ് ഫോൺ അന്ന്
ഞങ്ങളുടെ വീട്ടിൽ അവിടെയുള്ള ലാൻഡ് ഫോൺ. അവിടുത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ അപ്പൻ മരിച്ചുപോയി, അപ്പൻ മരിച്ചല്ല, അപ്പനെ കൊന്നതാണ്, പ്രാർത്ഥിച്ചു കൊന്നതാണ്, അപ്പന് മരുന്ന് കൊടുക്കാതെ കൊണ്ടിട്ട് കൊന്നതാണ്. അവിടെ നീ പെട്ടെന്ന് വരണം, നിങ്ങളുടെ വീട്ടിൽ ദൈവസഭ തുടങ്ങി, പെന്തക്കോസ്ത് ആരാധന തുടങ്ങി, അവിടെ പാട്ടും മേളവും ബഹളമാണ്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ വരണം. ആമീൻ അപ്പനെ കൊന്നു കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാനസികമായി വളരെ പ്രയാസം തോന്നി, മാനസികമായി വളരെ സംഘർഷം തോന്നി. പ്രത്യേകിച്ചും എനിക്ക് ഈ കാലത്തെ പുസ്തകത്തിനോട് അന്ന് വെറുപ്പാണ്, ബന്ധുക്കാസുകാരുടെ വെറുപ്പാണ്. ബന്ധുക്കാരെ കാണാൻ ഞാൻ കളിയാക്കത്തില്ലെങ്കിലും ചിരിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതൊക്കെ കേട്ടപ്പോൾ വളരെ വയലന്റായി ഞാൻ. ഹല്ലേലൂയ ചെന്നിട്ടിനെയും വീട്ടിൽ എല്ലാരെയും അടിച്ചിറക്കണമെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എല്ലാം തീരുമാനിച്ച് ഞാൻ എന്റെ കൂട്ടുദാസി ഹാലലൂയ എന്റെ ചേച്ചിയുടെ മക്കള് ഞങ്ങൾ 6-7-8 പേര് നാട്ടിലേക്ക് ട്രെയിൻ കയറി. ഇന്ന് പകൽക്കാലം ഹാലലൂയ അന്ന് പോയി ഞങ്ങള് ടിക്കറ്റ് ഒക്കെ ലഭിച്ച് ഞങ്ങള് VIP കോട്ടയിൽ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ കടന്നു വരികയാണ്. കടന്നു വന്ന് ഞങ്ങൾ ചെങ്ങന്നൂർ വരേണ്ട ട്രെയിൻ രാത്രി ഉച്ചയ്ക്ക് 2 മണിക്ക് ട്രെയിനാണ്. അന്ന് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് ആമീൻ ട്രെയിൻ ലേറ്റ് ആകാൻ തുടങ്ങി. ട്രെയിൻ ലേറ്റായി രാത്രി 2 മണിക്കാണ് ചെങ്ങന്നൂർ വന്ന് ഇറങ്ങുന്നത്. ഇന്ന് പകൽക്കാലം ഹാലലിയ അപ്പോൾ എന്റെ ചേച്ചിമാര്, എന്റെ ചേട്ടന്റെ ഭാര്യ, കുഞ്ഞുങ്ങളെല്ലാം റെഡിയായിട്ടിരിക്കുകയാണ്. എന്റെ വീട്ടിൽ ചെന്ന് ആമീൻ ഹാലലൂയ എന്റെ വീട്ടിൽ ഞാൻ ബഹളം ഉണ്ടാക്കി, എല്ലാരും ഇറക്കി വിട്ട് ബോർഡൊക്കെ അടിച്ച് തകർത്ത് വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് എല്ലാരും കരുതി, ഞാനും അങ്ങനെ എല്ലാം അടിച്ച് തകർക്കാൻ വേണ്ടി കടന്നു എന്നതാണ്. ആമീൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി എന്നാൽ വേറെയായിരുന്നു. ആമീൻ ഞാൻ അറിഞ്ഞില്ല, ട്രെയിൻ ലേറ്റായി. രാത്രി 2 മണിക്ക് ഞങ്ങളുടെ ഭവനത്തിൽ ചെന്ന് ഞങ്ങൾ അവിടെ നിന്ന് നേരെ എന്റെ വൈഫിന്റെ വീട്ടിൽ ചെന്ന് കുളിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹല്ലേലൂയ എന്റെ വീട്ടിലേക്ക് ആ വാഹനത്തിൽ തന്നെ കടന്നു പോകാൻ ഇടയായി. ആമീൻ കടന്ന് ഞാൻ ചെന്ന് രാത്രി 3 മണിക്ക് എന്റെ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ആമീൻ ഒരു ബോർഡ് കെട്ടിത്തൂക്കിട്ട് കണ്ടു. അത് വലിച്ചു പറിച്ച് ഞാൻ റോഡിൽ എറിഞ്ഞു. ആമീൻ ഒരു സഭയുടെ ഒരു ബോർഡ് കെട്ടിയിട്ടിരുന്നു. അത് വലിച്ചു പറിച്ച് ഞാൻ റോഡിലേക്ക് എറിയുവാൻ ഇടയായി. എന്നിട്ട് ചാടി ഞാൻ എന്റെ വീട്ടിലോട്ട് കയറി. രാത്രി 3 മണിയാണ്. എന്റെ അളിയൻ എന്നെ പേടിച്ചോടിപ്പോയി കട്ടിലിനടിയെ കയറി ഒളിച്ചു കിടന്നു. എന്റെ സഹോദരി അടുക്കളയിൽ പോയി തലക്കെട്ട് തുണിയിട്ട് ഒളിച്ചിരുന്നു. എന്റെ അമ്മ ജീവശവം പോലെ അമ്മയുടെ കട്ടിലിൽ കിടക്കുന്നു. ഞാൻ ചാടി വീട്ടിലോട്ട് കയറി. എന്റെ വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ എന്നോട് ആരോ പറഞ്ഞു, മകനെ സമാധാനത്തിലെല്ലാം ചെയ്യണം. ഹല്ലേലൂയ എന്നോട് ആരോ മന്ത്രിച്ചു, വഴക്ക് വേണ്ട, ബഹളം വേണ്ട. എന്നോട് ആരോ പറയുക, എല്ലാം സമാധാനത്തോടെ ചെയ്യണം. എന്റെ ആവേശം അവിടെ അടങ്ങി. എന്റെ ആവേശം അടങ്ങിയപ്പോൾ എന്റെ കൂടെ വന്നവർക്ക് ദേഷ്യമായി. ഇവൻ എന്തുകൊണ്ട് ഇങ്ങനെ തണുക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇപ്പോൾ ഇവരെല്ലാം അടിച്ചിറക്കിയണമെന്ന് കണ്ട് കാണാൻ നാട്ടുകാരും കൂടി നിൽപ്പുണ്ടായത് രാത്രിയിൽ. എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല. ഒരു കാര്യം ഓർക്കണം, ഇന്ന് പകൽക്കാലം ആമീൻ ദൈവം നമ്മളെ വിളിച്ചിറക്കിക്കൊണ്ട് വന്നെങ്കിൽ അതിന് പദ്ധതി കൊണ്ട്. നമ്മുടെ ബുദ്ധിയല്ല, നമ്മുടെ ചിന്തയല്ല, നമ്മുടെ ആലോചന ഒന്നും നടക്കത്തില്ല, നമ്മുടെ കണക്കൂട്ട് നടക്കത്തില്ല. നടക്കുന്ന ഒരുത്തനുണ്ട്, ആ ദൈവം നടത്തുന്ന കണക്കൂട്ട് കൂടെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ ശാന്തനായി എന്റെ ഭവനത്തിൽ കയറി എന്റെ അമ്മയെ കണ്ട് ഞാൻ ചോദിച്ചു, അമ്മ എന്നാമ്മയെ സംഭവിച്ചു? അമ്മ തലയുടെ മുൻകൂടി കിടക്കുക. ഞാൻ മാറ്റി. അമ്മ കരഞ്ഞു. ഇതുപോലെയാണ് സംഭവം, പ്രാർത്ഥിച്ചു കൊന്നതല്ല, മരുന്ന് കൊടുത്തു, പെട്ടെന്ന് അറ്റാക്ക് വന്നതാണ്. ഞാൻ വിശ്വസിച്ചില്ല. ഞാൻ അളിയനെ കട്ടിലേക്ക് പിടിച്ചിറക്കിക്കൊണ്ട് വന്നു. എന്റെ പെങ്ങളെ വിളിച്ചിറങ്ങി. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ എന്റെ ചേച്ചിമാർക്ക് ഭയങ്കര ദേഷ്യത്തിരിക്കുന്നു. ഞാൻ എന്തുകൊണ്ട് ഇതോട് തണുത്ത് സംസാരിക്കുന്നു, എന്തുകൊണ്ട് വഴക്കുണ്ടാക്കുന്നില്ല? ഞാൻ പറഞ്ഞു, നമുക്ക് സമാധാനത്തിലെല്ലാം ചെയ്താൽ മതി. ഞാൻ അമ്മയോട്, അമ്മേ നാളെ പാൽക്കാലം അപ്പന്റെ ശവടക്കാണ്, എന്തോ ചെയ്യണം? ഹല്ലേലൂയ പെന്തക്കോസ്ത് നടക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ തിരുവനന്തപുരത്തുണ്ട്, ഇത് ഞാൻ ചുട്ടു കളയുമെന്ന് പറയാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്ത് വേണേ ചെയ്തോ. ഒരു പുതിയ ഒരു വെള്ളമുണ്ടും ഒരു വെള്ള ഷർട്ടും ധരിച്ചു അപ്പനെ നീ എങ്ങനെ വേണേ ചെയ്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ SNDP ആചാരപ്രകാരം എന്റെ അപ്പനെ അടക്കുവാൻ അന്ന് തന്നെ തീരുമാനിച്ചു. രാത്രിയിൽ ഞങ്ങൾ ബന്ധുക്കളെല്ലാം വന്ന് തീരുമാനിച്ച് രാവിലെ ഡെഡ് ബോഡി കൊണ്ടുവന്ന് അടക്കുവാൻ തീരുമാനിച്ചു. ഞാൻ ഇപ്പൊ ഒറ്റ കാര്യം പറഞ്ഞു, ഇവിടെ പ്രാർത്ഥനയോ മറ്റൊന്നും നടക്കത്തില്ല, വരുന്നവർ മിണ്ടാതിടുന്നോണം, പ്രാർത്ഥിച്ചാൽ ഹല്ലേലൂയ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറെ ഒരു ഗ്രൂപ്പായിട്ട് കുറെ ഏർപ്പാടാക്കി. പ്രാർത്ഥിക്കുന്നവരെ തല്ലാൻ വേണ്ടി തന്നെ ഏർപ്പാടാക്കി. ഞങ്ങൾ പിറ്റേ ദിവസം ഡെഡ് ബോഡിയായിട്ട് കടന്നു ചെല്ലുമ്പോൾ ഒരു 250 ദൈവത്തിന്റെ ദാസന്മാര്, ദൈവമക്കള്, അവരുടെ ഭാര്യമാര്, അവരുടെ കുഞ്ഞുങ്ങള് എല്ലാം ഉണ്ട്. എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നു. ഹല്ലേലൂയ ഞങ്ങൾ ആ ഡെഡ് ബോഡി എടുക്കാൻ ചെന്നിടത്തും അനേക ദിവാസന്മാർ കടന്നു വന്നു. അവരൊക്കെ അവിടെ നമ്മൾ കളിയാക്കി.
അല്ലെങ്കിൽ പോയി പല കാര്യങ്ങളും അവിടെ സംസാരിച്ചു. അങ്ങനെ അവരെ ഒന്നും തൊടിക്കാതെ ആ ഡെഡ് ബോഡിയായിട്ട് ഞാൻ എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. SNDP ആചാര പ്രകാരം അന്ന് വൈകിട്ട് 5 മണിക്ക് അത് അടക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. എന്റെ അമ്മയോ എന്റെ സഹോദരിയോ കുഞ്ഞുങ്ങളോ അളിയനോ ആരും ഒന്നും പറഞ്ഞു. എല്ലാം ശാന്തരായി ഡെഡ് ബോഡിക്ക് ചുറ്റും ഇരുന്നു. ആമീൻ. അല്ല, ആര് പ്രാർത്ഥിച്ചാലും തല്ലുമെന്ന് പറഞ്ഞു, ആര് പ്രാർത്ഥിച്ചാലും ഉപദ്രവിക്കുമെന്ന് പറഞ്ഞു. ആമീൻ. എന്നാൽ ഇന്ന് പോൽക്കാലം ഓർക്കണമേ, കുറെ ദൈവദാസന്മാരും ദൈവദാസിമാരും ഈ വിഷയത്തെ ഓർത്ത് 7 ദിവസമായി ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ വിഷയത്തിന്മേൽ ദൈവം ഒരു ശാന്തത വരുത്തണം, ദൈവം ഒരു പ്രവൃത്തി കാണിക്കണം. വരുന്ന ആരായാലും ഒരു പ്രശ്നം ഉണ്ടാകാതെ ദൈവമേ കർത്താവെ ശാന്തിയോടെ എല്ലാം ചെയ്തെടുക്കാൻ ഉള്ള കൃപ വരുന്നതിന് വേണ്ടി കുറെ ദൈവത്തിന്റെ ദാസന്മാർ 7 ദിവസമായി ദൈവദാസ് ഉപവസിച്ച് പ്രാർത്ഥിച്ച ഭവനത്തിൽ ഇരിക്കുക. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി ഇരിക്കുന്നിടത്ത് ഞാൻ ചെന്ന് എന്ത് ചെയ്യാനാ? ഇന്ന് പകൽക്കാലം അനേകരുടെ ഹൃദയങ്ങളെ അറിയുന്ന ഒരു കർത്താവ്, ഹൃദയ വിചാരങ്ങളെ അറിയുന്ന ഒരു കർത്താവ്, ഇന്ന് എന്റെ ഹൃദയത്തെയും അറിഞ്ഞ ഒരു ദൈവം ആമീൻ എന്നിൽ കൂടി പ്രവർത്തിക്കേണ്ട വലിയൊരു ലഹള ഒഴിവാക്കി തന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹിന്ദു ആചാരപ്രകാരം SNDP ആചാരപ്രകാരം എന്റെ അപ്പന്റെ ശവടക്കം എല്ലാം നടത്തി. ഒരാൾ പോലും പ്രസംഗിക്കാനോ ഒരാൾ പോലും പ്രാർത്ഥിക്കാനോ ഒരാൾ പോലും മുന്നോട്ട് വരാനോ സമ്മതിക്കാതെ ആ ദൈവമക്കളെ പച്ചവെള്ളം പോലും കൊടുക്കാതെ 5 മണി വരെ ഞാൻ അവിടെ പിടിച്ചു നിർത്തി. ഹല്ലേലൂയ. അവരാകെ ഭയന്നുപോയി. കാരണം അതുപോലെ ജനമായിരുന്നു, അതുപോലെ ആൾക്കാരായിരുന്നു. അവരനങ്ങാൻ ഞാൻ സമ്മതിച്ചില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ പാപം ദൈവം അവിടെ വെച്ച് തന്നെ എന്റെ മേൽ കണക്കിടുവാൻ ഇടയായി. ആ ദൈവമക്കൾക്ക് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ ഒന്നും കൊടുക്കാൻ സമ്മതിക്കാതെ അവരെ 5 മണി എല്ലാവരും പ്രാർത്ഥിച്ചു പോയി. അടക്കം എല്ലാവരും പോയി. ഇന്ന് പകൽക്കാലം ആമീൻ. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് ഞാൻ എന്റെ അമ്മമാർ 40 നടന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പല കാര്യങ്ങളൊക്കെ ഞാൻ ഓടിച്ചു പറയുകയാണ്. ആചാരപ്രകാരം 40 നടന്നപ്പോൾ നിങ്ങൾ നടത്തിക്കോ, ഞാൻ വന്നേക്കാം എന്ന് പറയുവാൻ ഇടയായി. അങ്ങനെ ഞാൻ ഭാര്യയും കുടുംബം, ഞാനും എന്റെ വൈഫും കുടുംബവും ഞങ്ങളെല്ലാവരും തിരിച്ചുപോയി. അങ്ങനെ ഹല്ലേലൂയ ഡൽഹി പ്രദേശത്ത് നിന്ന് ഈ ഒരു 40-ാം ദിവസം പ്രോഗ്രാം നടത്തണം. എന്നോട് പറഞ്ഞ് കടന്നു ചെല്ലണം. ഞാൻ മാത്രമായിട്ട് കടന്നു വന്നു. 40 ചടങ്ങ് എന്റെ അമ്മാച്ചൻ എല്ലാം കൂടി നടത്തുകയാണ്. എന്റെ സഹോദരിയോ എന്റെ അമ്മയോ എന്റെ അളിയനോ ആരും സമ്മതിക്കാതെ മാറി നിൽക്കുമ്പോൾ അവരെല്ലാം കൂടി എന്റെ ജ്യേഷ്ഠന്മാർ, എന്റെ പോസ്റ്റ് ഓഫീസിലും ജോലിയും ജ്യേഷ്ഠനും അവരെല്ലാവരും കൂടി എന്റെ അപ്പന്റെ 41 നടത്തുമ്പോൾ ഞാനും കടന്നു ചെല്ലുവാൻ ഇടയായി. ഹല്ലേലൂയ. 3-4 രാമായണം വായിക്കുന്നവരൊക്കെ ഇരുത്തി രാമായണം വായിക്കോ പൂജ നടത്തുകയോ ചെയ്യുന്നു. എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാണ്. ആമീൻ. എല്ലാം കഴിഞ്ഞിട്ട് 5 മണി നേരമായപ്പോൾ ഈ പൂജ കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു. എന്നിട്ട് പൂജാ സാധനങ്ങൾ കഴിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, എന്നെ ദൈവം തൊടാൻ തുടങ്ങിയ ആദ്യ നിമിഷം ഈ പൂജ കഴിഞ്ഞെടുക്കുന്ന സാധനങ്ങൾ എല്ലാവരും കഴിക്കണം. അങ്ങനെ ആചാരം ഹിന്ദുക്കളെ. എന്റെ അപ്പനോ മരിച്ചുപോയി, അമ്മയോ സഹോദരിയോ അളിയനോ ഇതൊന്നും ഭക്ഷിക്കത്തില്ല. അവർക്ക് നമുക്കത് കഴിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ അന്ന് വൈകിട്ട് 5:15 മണിയായി അന്നേരം ഞാൻ 2 പഴക്കഷ്ണവും തേങ്ങാമുറി നാളികേരത്തിന്റെ 2 കഷ്ണവും എല്ലാം കൂടെ ഇട്ട പൂജിച്ച സാധനം ഈ പൂജാരിയോട് എനിക്ക് തന്നു. ഞാൻ അമ്മയോട് കഴിക്കാൻ പറഞ്ഞു. അമ്മയോട് കഴിക്കാൻ അമ്മ പറഞ്ഞു, മോനെ ഇത് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക്. ഞാൻ സത്യത്തിലും ആത്മാവിലും ദൈവത്തെയാണ് വിശ്വസിക്കുന്നത്. പൂജാകാര്യങ്ങളൊന്നും എനിക്ക് ഭക്ഷിക്കാൻ കഴിയത്തില്ല, അത് പാവമാണ്, അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അമ്മ കുഴപ്പമൊന്നുമില്ല, അമ്മ കഴിക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞില്ല, ഞാൻ കഴിക്കത്തില്ല. ഞാൻ എൻ്റെ അമ്മയെ ബലമായിട്ട് ഇത് കഴിപ്പിക്കാൻ ഇടയായി. ആമേൻ. എൻ്റെ അമ്മയെ ഞാൻ ബലമായിട്ട് അമ്മ കഴിക്കുമെന്ന് വായിലോട്ട് വെച്ചിട്ട് കൊടുത്ത് അമ്മ കഴിക്കേണ്ടി വന്നു. അമ്മ കഴിച്ചപ്പോൾ അമ്മയുടെ കണ്ണുനീര് എൻ്റെ കയ്യിൽ വീണു. അമ്മ കരഞ്ഞുകൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ കഴിക്കേണ്ടി വന്നു. എൻ്റെ അമ്മയുടെ കണ്ണുനീര് എൻ്റെ കയ്യിൽ വീണു. ഞാൻ ഓർത്ത് ഹല്ലേലൂയ, എനിക്കൊരു വലിയ സന്തോഷം പോലെ തോന്നി, എനിക്ക് വലിയ മിടുക്ക് പോലെ തോന്നി അന്നേരം. ആമീൻ. എന്നാൽ ഹല്ലേലൂയ, ആ 5:15 മണിക്ക് എന്റെ കൂട്ടുദാസി അവളുടെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന സമയമാണ്. അന്നേരം ഡൽഹിയിൽ, ഞാൻ നാട്ടിലിരിക്കുന്നു. എന്റെ വൈഫ് ഹല്ലേലൂയ ഡൽഹി ഡ്യൂട്ടിക്ക് പോകാനായി ഇറങ്ങുന്നു. എന്റെ അമ്മായിയമ്മ അന്നേരം ഡൽഹിയിൽ എന്റെ വീട്ടിലുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ അന്നേരം അവർ നോക്കാം, ഒരു എന്ത് ആവശ്യം അവിടെ വന്നപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. അങ്ങനെ
എന്റെ കൂട്ടുദാസി ബസ് സ്റ്റോപ്പിൽ വന്ന് ഡ്യൂട്ടിക്ക് വന്ന് നിൽക്കുന്നു. ഈ 5:15 സമയത്ത് എന്റെ അമ്മയുടെ കണ്ണുനീര് എന്റെ കയ്യിൽ വീഴുമ്പോൾ ആമീൻ, ഒരു രോഗവുമില്ലാത്ത, ഒരു പ്രയാസവുമില്ലാത്ത, രോഗങ്ങളൊന്നും ഇല്ലാത്ത ഡ്യൂട്ടിക്ക് പോകാൻ കടന്നു നിൽക്കുന്ന എന്റെ കൂട്ടുദാസി ആ ബസ് സ്റ്റോപ്പിൽ മയങ്ങി വീഴുവാനിടയായി. ഹല്ലേലൂയ. എന്റെ അമ്മയുടെ കണ്ണീരിലൂടെ വീണപ്പോൾ ആ സമയത്ത് എന്റെ കൂട്ടുദാസി ബസ് സ്റ്റോപ്പിൽ ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന ദിവസം എന്റെ കൂട്ടുദാസി ബസ് സ്റ്റോപ്പിൽ തലകറക്കം വന്ന് ഇരിപ്പാനിടയായി. ആമീൻ. അടുത്തറിയാവുന്നവർ കൊണ്ടുവന്ന് വീട്ടിൽ വിട്ടിട്ട് പറഞ്ഞു, തലകറക്കം വന്നു, അതുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകണ്ട. എന്നെ പെട്ടെന്ന് വിളിച്ചു. ആമീൻ. ഞാൻ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഇന്ന് തന്നെ വണ്ടി കയറുകയാണ്. അങ്ങനെ ട്രെയിൻ കയറി ഞാൻ ഡൽഹിയുടെ പ്രദേശത്ത് എന്ന് കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാസിക്ക് ഭയങ്കരമായ പനി കാണത്താൽ ഡ്യൂട്ടിക്ക് പോകാതിരിക്കുകയാണ്. 4 ദിവസമായി. ഡോക്ടർമാരെ കണ്ടു മരുന്നെല്ലാം കൊടുത്തു, ഓക്കെ ആയി, കുഴപ്പമില്ല. ഡ്യൂട്ടിക്ക് ഒരിക്കൽ പോയി, ഒന്ന് രണ്ട് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം രാത്രി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ആമീൻ, ലാജ്പത് നഗർ സ്ഥലത്ത് ഡൽഹിയിൽ വെച്ച് രാത്രിയിൽ ബസ്സിൽ 8 മണി കഴിഞ്ഞപ്പോൾ ഈ ദാസി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ബസ്സിൽ നിന്ന് സീറ്റിന് താഴെ മയങ്ങി വീണു. ആമീൻ, ആമീൻ, ആമീൻ. അറിയുന്നവരാരുമില്ല. ആമീൻ, ഹല്ലേലൂയ. രാത്രി 8 മണി, ഡൽഹി ടൗണിൽ, ഡൽഹി പട്ടണത്തിൽ. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. ഒരു സ്ത്രീ മയങ്ങി ബസ്സിനകത്ത് വീണു. ആമീൻ, ഹല്ലേലൂയ. 2-3 പേര് നോക്കി, ബാഗ് എടുത്ത് അഡ്രസ് നോക്കി. എന്നാൽ ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തി നോക്കണമേ. എന്റെ കൂട്ടുദാസിയെ അവർ ഓട്ടോ വിളിച്ച് എന്റെ വീട്ടിൽ രാത്രി കൊണ്ടുവന്ന് വിട്ടു. ആമേൻ. ദൈവം എങ്ങനാ കരുതുന്നേ? ദൈവം നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മളെ ദൈവം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ശത്രുവിന് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഒരു ദുഷ്ടൻ നമ്മളെ ദൃഷ്ടി വെക്കാൻ സമ്മതിക്കത്തില്ല. ആമീൻ. ഇന്ന് രാത്രി, ഇന്ന് പാർക്കാൻ ഞാൻ പറയാം, ദൈവത്തിന്റെ ആത്മാ ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട്. കണ്ണിന്റെ കൃഷ്ണനെ പോലെ കാക്കുന്ന ഒരു ദൈവം. ആമീൻ, ആമീൻ, ആമീൻ. നമ്മുടെ നടപ്പും വിരിപ്പും പ്രവൃത്തിയും നോക്കുന്ന ഒരു ദൈവം. ഇന്നുവാക്കാൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം നമ്മളെ ഒരിക്കലും കൈവിടത്തില്ല. ഹല്ലേലൂയ. പട്ടണത്തിന് നടുവിൽ എന്റെ കൂട്ടുദാസി ബസ്സിൽ കലറിറങ്ങി വീണപ്പോൾ ആമീൻ, അവിടെയും രക്ഷിച്ചുകൊണ്ട് വരുവാൻ 2 പേരെ എന്റെ ദൈവം ഒരുക്കി ഭവനത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായി. അത് കഴിഞ്ഞ് എന്റെ ദാസിക്ക് പിറ്റേ ദിവസങ്ങളിൽ പല രോഗങ്ങളായി. പിറ്റേ നടുവേദന വന്നു. ഞാൻ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോൾ ആമീൻ, നടുവിന് കുഴപ്പമൊന്നുമില്ല, സ്കാൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നാൽ ഹല്ലേലൂയ, 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുദാസിയുടെ ഈ പെടയിലെ പുറം മുതൽ നടുവിന്റെ കണ്ണ് കെട്ട് വരെ ഈ പെരുമ്പാമ്പിന്റെ പുള്ളി പോലെ എന്തോ ഒരു സാധനം ഇങ്ങനെ വരുവാൻ തുടങ്ങി. ആമീൻ, ആമീൻ, ആമീൻ. ഡോക്ടേഴ്സ് കാണിച്ചു, അവർ സ്കാൻ ചെയ്തു, സ്കിന്നിന്റെ ഇതൊക്കെ ചെയ്തു. ഒരു രോഗമില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം നട്ടലിന്റെ ഡിസ്ക് മുതൽ തലയുടെ പുറകുവശം വരെ പെരുമ്പാമ്പിന്റെ പുള്ളി പോലെ സാധനം ഇങ്ങനെ വരുവാനിടയായി. എന്തൊക്കെ ചെയ്താലും വന്ന് പോകാത്ത അവസ്ഥയായി. ഹല്ലേലൂയ. എന്റെ കൂട്ടുദാസിക്ക് പെട്ടെന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഹല്ലേലൂയ വലിയൊരു ബ്ലീഡിങ് തുടങ്ങിയാൽ കൊണ്ടുപോകാൻ ബ്ലീഡിങ് തുടങ്ങി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് എമർജൻസി കയറ്റി. അങ്ങനെ താൽക്കാലിക ശമനം കിട്ടി. അത് പിന്നെ തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. ഒരാഴ്ച വീണ്ടും കഴിഞ്ഞു. ആമീൻ, ആമീൻ, ആമീൻ. എന്റെ കൂട്ടുകാശ നടുവേദന തുടങ്ങി ഇങ്ങനെ കൂനാൻ തുടങ്ങി. കൂനി നിവർന്നു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയിൽ നടുവിന് ഡിസ്കിന് ഡിസ്ക് കുഴപ്പമായി എന്ന് ഞങ്ങൾ പറഞ്ഞു. കൊണ്ടുപോയി സ്കാൻ ചെയ്തു. ഹല്ലേലൂയ, എല്ലാം ചെയ്തു. ഡിസ്കിന് കുഴപ്പമില്ല, നട്ടലിന് കുഴപ്പമില്ല, ഒന്നുമില്ല. ബ്ലീഡിങ്ങിന് ചെക്ക് ചെയ്തു, ഒരു പ്രോബ്ലം ഇല്ല. എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഓർക്കണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെ വെളിപ്പെടുന്നത് നിങ്ങൾ ഓർക്കണം. ദൈവമക്കളെ, ഒരു നേഴ്സാണ് ഓൾ ഇന്ത്യയുടെ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെക്ക് ചെയ്യുന്നു, ഒരു കുഴപ്പവുമില്ല. എന്റെ ദാസിയുടെ വയറിങ്ങനെ ഉയർക്കാൻ തുടങ്ങി. ആ കണ്ടമാനം ഫുഡ് കഴിക്കാൻ തുടങ്ങി. ആമീൻ, ആമീൻ. 2 അരയായി. 2 അര. മനുഷ്യന് ഒറ്റ അരയുള്ളൂ. ഇത് 2 അരയായിട്ട് വയറ് വല്ലാതായിട്ട് ഇവിടെ എല്ലാം കടലിയൊക്കെ കറുത്ത് ആമീൻ, ആമീൻ. മാലയൊക്കെ തൊലിക്കകത്ത് പോയി പണിക്കാൻ തുടങ്ങി. ആമീൻ, ആമീൻ, ഹല്ലേലൂയ. ഞാൻ ഭയപ്പെടുവാൻ തുടങ്ങി. പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പലതുകൊണ്ട് ചെക്കപ്പ് നടത്തി. ഒരു കുഴപ്പമില്ല, രോഗമൊന്നുമില്ല. അന്ന് ഒരു പകൽക്കാലം രാത്രിയിൽ ടോയ്ലറ്റ് കടന്നുപോയി പറഞ്ഞു, ബ്ലഡ് കണ്ടമാനം പോന്നു. ഞാൻ ഡോക്ടർ പറഞ്ഞു, പയൽസ് കിളിച്ച് ആമീൻ 2 ഇഞ്ച് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു. ആമീൻ. ഒറ്റ രാത്രി ഇതുവരെ ഇല്ലായിരുന്നു. എന്നാൽ 2 ഇഞ്ച് പൈൽസ് കിളിച്ച് വെളിയിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ഡോക്ടേഴ്സ് പറഞ്ഞു. അതിനെ ട്രീറ്റ്മെന്റ് നടത്താൻ തുടങ്ങി. അങ്ങനെ ആയി. ഹല്ലേലൂയ. എന്റെ കൂട്ടുദാസി നടക്കാൻ മറ്റ് സഹായമില്ലാതെ നടക്കാൻ ഒക്കാത്ത സാഹചര്യത്തിലേക്ക് കടന്നു വന്നു.
ഹോസ്പിറ്റലിൽ പോക്ക് മുടങ്ങി, എന്റെ ജോലിക്ക് പോക്ക് മുടങ്ങി, കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ പോക്ക് മുടങ്ങി, ആകെ പ്രശ്നങ്ങളായി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ, ഇതിനകത്ത് മുമ്പ് ഒരു സംഭവം പറയാനുണ്ട്. ആമീൻ ആമീൻ. ഞങ്ങൾ ഈ ഭവനത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമീൻ, ദില്ലിയുടെ പ്രദേശമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ ഹല്ലേലൂയ, എന്റെ ഹലിയ അപ്പൻ മരിക്കുന്നതിന് മുമ്പ്, ആമീൻ ആമീൻ, അനേകം മലയാളികൾ താമസിക്കുന്ന ഡൽഹിയുടെ ആ പ്രദേശത്ത് അലിയ ഒരു ദേവദാസിയും കടന്നു വന്ന് എന്റെ ഭവനത്തിൽ എന്റെ കൂട്ടുകാസിയോട്, അല്ലെ, അനേക ഭവനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എങ്ങും പോകാതെ എന്റെ ഭവനത്തിൽ കടന്നു വന്ന്, ആമീൻ ആമീൻ, ഹല്ലേലൂയ, എന്റെ വീട്ടിൽ കടന്നു വന്ന് എന്റെ ദാസിയോട് ദൈവത്തിന്റെ ആലോചന പറയട്ടെ എന്നവൾ ഡ്യൂട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഒരുപാട് കാര്യങ്ങൾ യേശുവിനെ പറ്റി പറഞ്ഞു. അന്നേരം പിന്നെ ഞാനും കടന്നു ചെന്നു. ഞാൻ മാറി ഒന്നും കേട്ടില്ല. അവരോട്, എന്റെ സഹോദരോട് അതിന്റെ സുവിശേഷമൊക്കെ ഞാൻ പറഞ്ഞു, ഉള്ള കേട്ടുകൊണ്ടിരുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവമക്കളെ, ദൈവം ഒരു പദ്ധതി ഒരുക്കി കൊണ്ടുവന്നാൽ അവൻ ഒരുക്കിയെടുക്കുന്ന പദ്ധതി ഈ ലോകത്തിന് അറിയത്തില്ല, അല്ലെങ്കിൽ ദൈവദാസന്മാർക്ക് അറിയത്തില്ല, ദൈവമക്കൾ അറിയത്തില്ല, ഈ ലോകത്തിന് അറിയത്തില്ല. എന്ന് അറിയുന്ന ഒരുവനുണ്ട്. മുന്നമേ ഹാലി അവൻ നമ്മെ കണ്ടിരിക്കാൻ ഇന്ന് പകൽക്കാലം അത് ചെയ്തെടുപ്പാൻ എന്റെ ദൈവം അത്ഭുതങ്ങളുടെ രാജാവ. ആമീൻ ആമീൻ. സെഖറിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞതുപോലെ, സെഖറിയാവേ ഹല്ലേലൂയ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. ആമീൻ. സെഖറിയാവേ, തലമുറയില്ലാതെ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് ആകുലി എന്താൽ ഭാരപ്പെട്ടിരിക്കുന്ന അലിയ സെഖറിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി പറയുക, ആമീൻ, സെഖറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ പേരിടണം. അവൻ നമ്മെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. ആമീൻ ആമീൻ ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികൾ നമുക്കറിയത്തില്ല. ഇന്ന് പകൽക്കാലം വാർത്തകളിലായിരുന്ന എലിസബത്തിനോ ആമീൻ ഹലിയോ സെഖറിയാനോ അറിയത്തില്ല ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന്. ചില സാഹചര്യങ്ങൾ ഒരുക്കി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതൻ നമ്മുടെ മുന്നിൽ ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകും. എടുത്ത് പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവം ഇന്നീ പകൽക്കാലം ചിലരോട് ദൈവം സംസാരിക്കും. ദൈവദൂതൻ ചില മുന്നിൽ ഇറങ്ങി വരും. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവപ്രവൃത്തി നമ്മുടെ മധ്യത്തിൽ വെളിപ്പെടും. ഹല്ലേലൂയ. പല കാര്യങ്ങൾ പറഞ്ഞാൽ ദൈവദാസനും ദാസിയുടെ ഭവനത്തിൽ കറഞ്ഞു. എന്നോട് ഞാൻ ഫുഡ് കൊടുത്തു. ഫുഡെല്ലാം കൊടുത്തെല്ലാം കഴിഞ്ഞ മാന്യമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. ആമീൻ ആമീൻ ആമീൻ. അന്നേരം ഇറങ്ങിപ്പോ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടൊരു കാര്യം പറയുവാനിടയായി. ആമീൻ ആമീൻ. ദൈവം ഇങ്ങനെ ആലോചന പറയുന്നു, അടുത്ത വർഷം വരും വർഷങ്ങളിൽ എന്റെ വേലയ്ക്കായി ഒരുക്കി നിന്നെ ഞാൻ കുടുംബമായി കൊണ്ടുപോകും. നിന്റെ അടിസ്ഥാനങ്ങളെ ഞാൻ ഇളക്കും. ഇന്ന് പകൽക്കാലം നഷ്ടപ്പെട്ടു പോയത് 100 ഇരട്ടിയായി ഞാൻ ഒരുക്കി തരും. ആമീൻ 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 ആമീൻ. ഇന്ന് പകൽക്കാലം അല്ലെ ദേവദാസൻ അങ്ങനെ പറഞ്ഞിട്ട് എന്റെ ഭവനത്തിൽ നിന്ന് കടന്നു പോകാൻ ഇടയായി. ഞാൻ മനസ്സോട് പറഞ്ഞു, പണി നോക്കാൻ പറഞ്ഞു. കാരണം എന്ന് വെച്ചാല് അവൾക്ക് നല്ല ജോലിയുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, നല്ല വരുമാനം ഞാൻ കൊണ്ട്, പിന്നെ എന്തിനങ്ങനെ ആകണം? ഇന്ന് പകൽക്കാലം അങ്ങനെ ചിന്തിച്ച സ്ഥാനമുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു കാര്യം ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയാം. ഞങ്ങളുടെ അടുത്ത് ഒത്തിരി ദൈവമക്കൾ ഉണ്ടായിരുന്നു. ഒത്തിരി ബന്ധുക്കൾ പെൺകുഞ്ഞുങ്ങളും ആണുങ്ങളൊക്കെ ഞങ്ങളുടെ ഡൽഹിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. എല്ലാം ജോലി ചെയ്ത നേഴ്സുമാരുണ്ടായിരുന്നു, മറ്റു ജോലി ചെയ്തവരുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ പോകുന്ന സമയത്ത് ഒരു ദൈവത്തിന്റെ പൈൽ കൊടുത്തു, ബൈബിള് എന്റെ കൂട്ടുദാസിക്ക് കൊടുത്തു. ചേച്ചി, ഇത് വായിക്കണം, ഇത് ജീവനുള്ള ഒരു പുസ്തകമാണ്, നിങ്ങൾ ഇതിനകത്ത് സത്യം അറിയണം, ദൈവം ആരാന്നും എന്റെ കർത്താവ് ആരെന്നൊക്കെ അറിയണമെങ്കിൽ ഇതൊക്കെ വായിക്കണം ചേച്ചി എന്ന് പറയാനിടയായി. എന്റെ കൂട്ടുദാസി കിടക്കയിൽ കിടന്ന് ഞാൻ കാണാതെ ഇതൊക്കെ വായിക്കുമായിരുന്നു. ഞാൻ അന്നും പറഞ്ഞു, ഇടിയാ കർത്തൂസ് എടുത്ത് ഓരേറിയേ, അല്ല എന്തിനാ നീ വായിക്കുന്നേ? അന്നേ എന്റെ കൂട്ടുദാസി പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ഞാൻ വായിക്കുന്നത് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല, നീ വായിച്ചോളാൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ഭവനത്തിൽ ഡൽഹിയിൽ വെളിപ്പെടാൻ തുടങ്ങി. ആമീൻ. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമീൻ 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 ഹല്ലേലൂയ ഇതിനകത്ത് എഴുതി കാണിക്കുന്നു. എന്റെ കൂട്ടുദാസിയോട് പറയുന്നു, എഴുതി കാണിക്കുന്നു, ഹല്ലേലൂയ ഇതാണ് നിന്റെ വഴി, ഈ വഴിയെ പോവുക, നിന്റെ വല്ലങ്കരം പിടിച്ച് നിന്നെ ഞാൻ നടത്തും. ആമീൻ. വേറൊന്നും അത് എഴുതി കാണിക്കുന്നില്ല. 2 പ്രാവശ്യം എന്റെ കൂട്ടുകാശി എഴുതി കാണിച്ചപ്പോൾ എന്റെ കൂട്ടുകാശി വീണ്ടും ഒന്നുകൂടി ഹലിയ ടെൻഷനായി, ഒന്നുകൂടി ഭയമായി, പേടിയായി. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ എഴുതി കാണിക്കുന്നു, ഇതാണ് നിന്റെ വഴി, ഇത് വഴി പോ, ഞാൻ നിന്നെ വലങ്കരം പിടിച്ചു നടത്തും. ആമീൻ. ഞങ്ങള് ഹല്ലേലൂയ പല കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചെങ്കിൽ ഞാനിതൊന്നും വിശ്വസിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ കൂട്ടുകാരത്തി ഒരുത്തി പള്ളിയിൽ ഞങ്ങൾ തൊട്ട് 2 ചർച്ചുണ്ട്. മലയാളീസിന്റെ ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇവിടെ അപ്പൊ അച്ഛന്മാർ താമസമുണ്ട്, പാസ്റ്ററുണ്ട്. ഹല്ലേലൂയ അവിടെ എന്റെ ഒരു കൂട്ടുകാരി എന്റെ കൂട്ടുകാരിയായി ഈ ബൈബിളും അവിടെ ചെന്നിട്ട് അച്ഛോ ഇങ്ങനൊരു കാര്യമുണ്ട്,
ഈ സഹോദരി ബൈബിൾ വായിക്കുന്നു, ഇങ്ങനെ എഴുതി കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആമീൻ ആമീൻ ഈ അച്ഛൻ പേടിച്ചു പോയി. ആമീൻ. അച്ഛൻ പറഞ്ഞു, കുഞ്ഞെ ഇവരൊക്കെ ഹിന്ദുക്കളാണ്, ഇവരോട് ദൈവം ഇടപെടും, ദൈവം സംസാരിക്കും, നമ്മോട് ഇടപെടത്തില്ല, ഇന്ന് പറയാൻ പ്രാർത്ഥിക്കാൻ പറ, ദൈവം ഇടപെടുന്നേ. അത് എനിക്കൊന്നും പറയാനില്ലെന്ന് അച്ഛൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു വിട്ടു. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അച്ഛൻ അറിയാത്തത്, ദൈവദാസൻ അറിയാത്തത്, ദൈവമക്കൾക്ക് അറിയാത്തത്, നമുക്കാർക്കും അറിയാത്ത ചിലത് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവമുണ്ട്. അത് ഈ വചനത്തിൽ കൂടി അവൻ നമ്മളെ പഠിപ്പിച്ചെടുത്ത് നമ്മളെ യഹൂദിക്കാഴ്ച പൊന്നുപോലെ പുറത്തു കൊണ്ടുവരാൻ എന്റെ ദൈവം ശക്തനായി. ഇന്ന് പകൽക്കാലം അതാ ദൈവമക്കളെ ഹല്ലേലൂയ എന്റെ ദാസിൽ കൂടി എന്റെ കുടുംബത്തിനകത്ത് എന്റെ അടിയങ്ങളുടെ ജീവിതത്തിലും ഒരു ദൈവത്തെ വെളിപ്പെടാൻ പോവുകയായിരുന്നു. ആമീൻ ആമീൻ. ഹല്ലേലൂയ. ഇങ്ങനെ പലപ്പോഴായി എന്റെ ജോലി മുടങ്ങിപ്പോയി, ഇടയ്ക്കൊക്കെ ഞാൻ ജോലിക്ക് പോകത്തുള്ളൂ, ആകെ വിഷയമായി, എന്റെ കൂട്ടുകാശി നടക്കാൻ വയ്യാത്ത അവസ്ഥയിലൊക്കെ ആയി. ഹല്ലേലൂയ. ഒടുവിൽ രാത്രി എഴുന്നേറ്റ് തന്നെത്താൻ മുറിയിലൊക്കെ നടക്കുന്ന അവസ്ഥയായി, തന്നെത്താൻ കാര്യം പറയുന്ന അവസ്ഥയായി. ആമീൻ. ഞാൻ വിചാരിച്ചു എന്ത് പറ്റി, ഇതെങ്ങനെയായി തീരും ദൈവമേ എന്ന് പ്രാർത്ഥിച്ചു. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഇതൊക്കെയും ദൈവത്തിന്റെ ഒരു പദ്ധതി ആയിരുന്നു എന്ന് വേണമേ വിശ്വസിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. ഒരു ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ചിലതൊക്കെ വന്നെങ്കിൽ സംഭവിച്ചെങ്കിലേ പറ്റുള്ളെന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവ് ഒന്ന് നോക്കിയാൽ, ദൈവം ഒന്ന് കണ്ടാൽ, ഇന്ന് പകൽക്കാലം മുൻപ് പറഞ്ഞ പോലെ ഹല്ലേലൂയ അവന്റെ ദൃഷ്ടി നമ്മൾ പതിച്ചാൽ നമ്മൾ അവനെ ഹല്ലേലൂയ അവന്റെ അടുത്തോട്ട് ചെല്ലണ്ട, ആ ദൈവം നമ്മുടെ അടുത്ത് വരും, നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു കർത്താവാ. ആമീൻ. ഇന്നലെ ഹല്ലേലൂയ സ്വന്തം ഹല്ലേലൂയ സക്കായുടെ കാര്യം പറഞ്ഞ പോലെ കാട്ടത്തി മരത്തിൽ കയറി ഒളിച്ചിരിക്കുന്ന സക്കായി വിചാരിച്ചു കർത്താവ് എന്നെ കാണത്തില്ല, കർത്താവ് എനിക്ക് കാണാം. ആമീൻ. എന്നാൽ സക്കായി ഇരിക്കുന്ന കാട്ടത്തി വിഷയത്തിന് ചുവട്ടി വന്നിട്ട് സക്കായി നീ ഇറങ്ങി വാ, നിന്നോടൊപ്പം ഞാൻ എന്റെ ഭവനത്തിൽ വസിക്കുമെന്ന് പറഞ്ഞപ്പോഴാ സക്കായി പേടിച്ചു പോയി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രതീക്ഷിക്കാൻ നന്മയാ ഇന്ന് പകൽ നമ്മുടെ ഇവിടുത്തെ ഭവനത്തിൽ കർത്താവ് കൊണ്ടു തരുന്നത്. അതോ ദൈവത്തെ സ്തുതിക്കണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ യോഗ്യതയൊന്നും ദൈവം നോക്കത്തില്ല, നിന്റെ വലിയ പുള്ളിയാൻ ദൈവം നോക്കത്തില്ല. ഇന്ന് വെക്കാൻ ദൈവം ഇവിടത്തിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവ്, ഇന്ന് വെക്കാൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം എന്ന് ഇന്ന് വെക്കാൻ ഒരിക്കൽ കൂടി ഓർത്തോട് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കണം, സഹായിക്കാൻ പ്രാർത്ഥിക്കും. ഇന്ന് പകൽക്കാലം ദൈവം കണ്ടോ, ഇന്ന് പകൽ ആ ദൈവത്തിന്റെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ആമേൻ ഹല്ലേലൂയ പല വിഷയങ്ങളും എന്റെ കൂട്ടുകാശമേൽ പ്രശ്നങ്ങളായി. ഹല്ലേലൂയ പൂർണ്ണമായി എഴുന്നേറ്റ് നടപ്പാൻ കഴിയാത്തൊരവസ്ഥയിൽ എന്റെ കൂട്ടുദാസിയായി ഞാൻ വളരെ ഭാരപ്പെട്ടു, പ്രയാസപ്പെട്ടു. ആമീൻ. ഞാൻ സേവിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് മിഥ്യാമൂർത്തികളെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ചക്കുളത്തുകാവ് ഹല്ലേലൂയ അമ്പലത്തില് അവിടുത്തെ വലിയ പുള്ളി നമ്പൂതിരി എന്റെ കൂട്ടുകാരനാണ്. മലയാളപ്പുഴ അമ്പലത്തില് വലിയ പുള്ളി എന്റെ കൂട്ടുകാരനാണ്. ഇവർ രണ്ടുപേർക്ക് ഞാൻ കത്തെഴുതി. ആമീൻ. ഹല്ലേലൂയ ഇതുപോലൊക്കെയാണ് കാര്യങ്ങള്. കൂട്ടുദാസി കിടപ്പിലായി പോയി, വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഹല്ലേലൂയ കഷ്ടിച്ച് സപ്പോർട്ടർ എഴുന്നേറ്റ് നടക്കും, കുഴപ്പമൊന്നുമില്ല, എങ്കിലും ഒരു പരസഹായമില്ല, അതുകൊണ്ട് പോകാൻ കഴിയത്തില്ല. എന്താ ചെയ്യുന്നത്? ഇപ്പോൾ അദ്ദേഹം അവിടെ നിന്നെ വിളിച്ചു പറഞ്ഞു, മോനെ പേടിക്കണ്ട, ഹല്ലേലൂയ ഞാൻ നിന്റെ ലെറ്റർ ഹല്ലേലൂയ അതിന്റെ പിന്നെ പറഞ്ഞ ദൈവത്തിന്റെ വാച്ചോട്ട് വെച്ചിട്ടുണ്ട്, ആ ദൈവം എന്ന് പറയുന്ന മിഥ്യാമുദ്ര വാച്ചോട്ട് വെച്ചിട്ടുണ്ട്, സൗഖ്യം കിട്ടും, നീ പേടിക്കണ്ട, അത്ഭുതങ്ങൾ ഇവിടെ നടക്കും എന്നൊക്കെ പറഞ്ഞു. മറ്റേ പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന് വാക്കാലം ഹല്ലേലൂയ മലയാളപ്പെടുന്ന അത്ഭുതം നിന്റെ വീട്ടിൽ കടന്നു വരുന്നൊക്കെ പറയാനായി. ഒരത്ഭുതവും കടന്നു വന്നില്ല, ഒരു ദൈവപത്യം കണ്ടില്ല. ഇന്ന് പകർക്കാലം എന്റെ വിശ്വാസത്തെ തകർത്തുകൊണ്ട് അവിടെ ദൈവം ചില ചെയ്തെടുപ്പാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ എത്ര ചാടിയാലും എത്ര ഓടിയാലും ഹല്ലേലൂയ കഥയില്ലെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ആമീൻ എന്റെ അറിവുകളിൽ ഞാൻ ചാടി, എന്നാൽ ഒന്നും സംഭവിച്ചില്ല. ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ആമീൻ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിച്ച് നമ്മൾ ആയിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തി തരാൻ എന്റെ കർത്താവ് ശക്തനാണ്. ഈ നിമിഷം വരെയും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. ഇന്ന് പകൽക്കാലം ആമീൻ ആമീൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹല്ലേലൂയ അവിടെ ഒരു വലിയ കൺവെൻഷൻ നടക്കുകയാണ്. പെന്തക്കോസ്തുകാരും പള്ളിക്കാരും എല്ലാം കൂടിക്കൊണ്ടാണ്. ഒരു 10,000-2,500 പേർ ഇരിക്കാവുന്ന വലിയൊരു ഒരു ഏറിയയിലെ കസേരകളൊക്കെ ഇട്ട് ഇങ്ങനെ അനേകം ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ്. ആ വൈകിട്ട് കൺവെൻഷനാണ്. അവിടുത്തെ ആ ബന്ധുബസ്സിലെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞ്, ചേട്ടാ ഞങ്ങൾ ചേച്ചിയും കൊണ്ട് അവിടോട്ട് പോവാണ്, പ്രാർത്ഥന നടക്കുകയാണ്, നമുക്ക് ആശ്രമം പ്രാർത്ഥിപ്പിക്കാം.
ഞങ്ങളെ ചേച്ചിയെ കൊണ്ട് പോവാന്ന് പറഞ്ഞപ്പോൾ ഒക്കെ പൊക്കോളാൻ പറഞ്ഞു. ചേച്ചിയെ കൊണ്ട് അവര് പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഈ സമയത്ത് ഞാൻ ജോലി സംബന്ധ കാര്യങ്ങളിലൊക്കെ കടന്നുപോയി. ആമേൻ. ഹല്ലേലൂയ. സന്ധ്യാസമയം എനിക്ക് വൈകിട്ട് 6 മണിക്ക് ഞാൻ പോയി ഡ്യൂട്ടിക്ക് പോയി ചെയ്യാന്ന് പറഞ്ഞ പണിയൊക്കെ ചെയ്ത് 9 ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ, എന്റെ കൂട്ടുദാസി എന്നോട് വിളിച്ചു ഒരു കാര്യമുണ്ട്. ആമീൻ 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 ആമീൻ. കൂട്ടുകാരികളുണ്ടായിരുന്നു. ചേട്ടാ, ഇന്ന് പകൽക്കാലം 12,500 പേരിരുന്നു. എന്നാൽ സ്റ്റേജിൽ നിന്ന് ആ ദേവദാസൻ ഇറങ്ങി വന്ന് ഹല്ലേലൂയ ചേച്ചി ഇരിക്കുന്നിടത്ത് ചേച്ചിയുടെ തല കൈ വെച്ചിട്ട് പറഞ്ഞു, ആമീൻ ആമീൻ ആമീൻ, ഞാൻ നിന്നെ വേലയ്ക്കായി ഒരുക്കി ഇറക്കിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. ലോകമ്പാട് വായിക്കും. ഹല്ലേലൂയ. നിന്റെ കൂട്ടുദാസ് നഷ്ടപ്പെട്ടു പോയ നന്മകളെ 100 ഇരട്ടി ഞാൻ മടക്കി കൊടുക്കും. അവന് വേണ്ടി ഞാൻ ഒരു കസേര ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ അടിസ്ഥാനങ്ങളെ ഞാൻ ഇളക്കും. ഇന്ന് പകൽക്കാലം ഈ ദേശത്ത് നിന്നെ പറിച്ചുകൊണ്ട് ഞാൻ പോകും. ആമീൻ. എന്റെ വേലയ്ക്കായി ഒരുക്കി അനേകങ്ങൾ അയച്ച് എന്റെ സാക്ഷിയെ നിൽപ്പാൻ എന്നെ കുടുംബമായി ഒരുക്കും. ദൈവത്തിന്റെ ഭവത്തെ നിന്റെ ഭവനത്തിൽ വെളിപ്പെടും എന്ന് പറഞ്ഞ് ദൈവദാസൻ ആലോചന പറഞ്ഞു. ഈ കാര്യങ്ങൾ അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, 12,000 ആൾക്കാർ ഇരിക്കുമ്പോൾ ആമീൻ കർത്താവെ ദൈവമേ കടന്നു വന്ന് ഇവളോട് മാത്രം ഈ ദേവദാസൻ എന്തിനാ ആലോചന പറഞ്ഞേ? ആമീൻ ആമീൻ. ഞാൻ ചിന്തിച്ചു, വീട്ടിൽ വന്ന് കടന്നുപോയ ദേവദാസനും ഇതേ ആലോചന പറഞ്ഞു. ആമീൻ, നിന്റെ അടിസ്ഥാനങ്ങളെ ഞാൻ ഇളക്കും, എന്റെ വേലയ്ക്കായി ഒരുക്കി കൊണ്ടുപോകും, എന്റെ സാക്ഷിയായി നിർത്തും എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ ഓർപ്പാൻ ഇടയായി. എന്നിൽ ഒരു ഭയം വ്യാപരിപ്പാൻ തുടങ്ങി. എന്നിൽ ഒരു വലിയ ഭീതി ഭയപ്പെടാൻ തുടങ്ങി. ഇനി എന്തായി തീരുമെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ആമീൻ ആമീൻ പ്രയാസപ്പെട്ടു പോയ സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുന്നു. ദൈവത്തിന്റെ പദ്ധതി എന്റെ കുടുംബത്തിൽ, എന്റെ വീടിനകത്ത് ദൈവം ഇറക്കിക്കൊണ്ടുവരികയായിരുന്നു. ആമീൻ ആമീൻ. സക്കറിയാവോട് സംസാരിച്ചതുപോലെ ദൂതൻ എന്റെ വീട്ടിൽ ഇറങ്ങി. ആമീൻ ആമീൻ. ഒരു രാത്രി ആമീൻ ഹല്ലേലൂയ. ഒരു രാത്രി ആമീൻ ആമീൻ. എന്റെ കൂട്ടുദാസ് ചാടി എഴുന്നേറ്റിട്ട് എന്നോട് പറയുന്നു, നോക്ക് മനുഷ്യനെ, ഈ നിൽക്കുന്ന ആളിനെ കണ്ടോ? ഈ നിൽക്കുന്ന മനുഷ്യനെ കണ്ടോ? കൂട്ടം ചുട്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടോ? ഓ, ഈ മനുഷ്യൻ ആരാന്ന് കണ്ടോ? എന്നെ കരം പിടിച്ചിരിക്കുന്ന മനുഷ്യൻ ആരാന്ന് കണ്ടോ? ഞാൻ ഈ മനുഷ്യനെ ഇദ്ദേഹത്തിന്റെ കൂടെ പോകുന്നു. എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, വീട്ടിൽ പോ വീട്ടിൽ പോ വീട്ടിൽ പോ വീട്ടിൽ പോ എന്ന് പറയുന്നു. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് വേറൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. അതിന് രാത്രി മുതൽ പറയാൻ തുടങ്ങി, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് എന്റെ വീട്ടിൽ, അവിടെ വീട്ടിലല്ല, എന്റെ വീട്ടിൽ പോകണം. എന്റെ വീട്ടിൽ പോകണ പ്രശ്നമായി. ഒടുവിൽ നിവൃത്തിയില്ലാതെ ആമീൻ ആമീൻ എന്റെ കൂട്ടുവാസിയായി ഞാൻ വീട് പൂട്ടി. ആമീൻ ആമീൻ. ഇവിടെ ഞാൻ ആദ്യമൊക്കെ കേട്ടു. ഞാൻ പണ്ട് ഗൾഫിൽ പോകാൻ നേരത്ത് എല്ലാവരും എനിക്ക് എന്റെ കൂടെ കുറെ പേർക്ക് വിസ അടിച്ചായിരുന്നു. എനിക്ക് വിസ അടിച്ചു, എന്റെ പാസ്പോർട്ട് റിജക്റ്റ് ആയി പോയി. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ തിരുവല്ലക്കാരൻ ജോസിന്റെ ഏജന്റ് ഉണ്ടായിരുന്നു. അതിൽ പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യേ, നീ പോയി മാഹിം ചർച്ചില് ഒരു 5 വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിച്ചിട്ട് 5 ബുധനാഴ്ച പോയി പ്രാർത്ഥിക്കണം, നിനക്കൊരു ദൈവപൂർത്തി കാണും കഴിയും, എന്റെ കർത്താവ് നിന്നെ വിടുവിക്കുന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചോണ്ട് അവിടെ പോയി 5 പ്രാവശ്യം പ്രാർത്ഥിച്ചു. 5 പ്രാവശ്യം കഴിഞ്ഞപ്പോ അന്ന് എന്തോ എനിക്കറിയത്തില്ല, ആ കെറോഫിലാണ് ഞാൻ ഗൾഫിൽ പോയത്. 3 ദിവസം വിസ അടിച്ചു കിട്ടി ഞാൻ പോയി. അല്ലെങ്കിൽ എന്തായാലും കൊള്ളാം. ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ കടന്നു വന്നു. ഞാൻ എന്റെ കൂട്ടുകാസിയായിട്ട് ബോംബെക്ക് ടിക്കറ്റ് നോക്കി. ഞാൻ 2 കുഞ്ഞുങ്ങളും ഞാനും കൂട്ടുകാസിയായിട്ട് നേരെ ബോംബെക്ക് പോയി. ബോംബെക്ക് നിന്ന് ഞങ്ങൾ ഹോട്ടലിൽ താമസിച്ചിട്ട്, ബാന്ദ്ര ഹോട്ടലിൽ താമസിച്ചിട്ട് മാഹിം ചർച്ചിലേക്ക് കടന്നു ചെന്നു. മാഹിം ചർച്ചിൽ കടന്നു പോകാൻ ബുധനാഴ്ച ദിവസമാണ്, ഭയങ്കര തിരക്കാണ്. ഞാൻ ഇറങ്ങി എന്റെ കൂട്ടുകാസിയോട് പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് പ്രാർത്ഥിക്കാം, അല്ല ദൈവം ഒരു മഹാ അല്പം ഇവിടെ തരട്ടെ, ഇവിടെ മഹാ അല്പം നടക്കുന്നതാണ്. അങ്ങനെയാണ് സൗദി പോയെന്നൊക്കെ പറയാണ്ടിയായെങ്കിലും എന്റെ കൂട്ടുകാർ, എനിക്ക് ഇവിടെയല്ല പോകേണ്ടത്, എനിക്ക് എന്റെ വീട്ടിലല്ല പോകേണ്ടത്, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ പോകണം, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ പോയാൽ മതി, വേറൊന്നും എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളുടെ വീട്ടിൽ എനിക്ക് പോകണം, പോയേ പറ്റൂ എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ഞാൻ എന്റെ കൂട്ടുകാർ അവിടെ ട്രെയിൻ കയറി ബാംഗ്ലൂരിൽ ചെന്നു. ബാംഗ്ലൂരിൽ കുറെ സ്ഥലങ്ങൾ കാണിച്ചിട്ട് അമ്പലത്തിലൊക്കെ പോകാൻ പറഞ്ഞു. എനിക്ക് എങ്ങും പോകണ്ട, മൈസൂരിൽ കൊണ്ടുവന്നു, അവിടെ കാണിച്ച് പാലസ്. എനിക്കൊരു പാലസും കാണണ്ട, എനിക്ക് എന്റെ വീട്ടിലല്ല നിങ്ങളുടെ വീട്ടിൽ എനിക്ക് പോകണം, നിങ്ങളുടെ വീട്ടിൽ എനിക്ക് ചെന്നേ പറ്റൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ ഒടുവിൽ ഞാൻ എന്റെ കൂട്ടുകാസിയും കുഞ്ഞുങ്ങളുമായി വീട്ടിലേക്ക് കടന്നില്ല. 6 മാസം മുമ്പ് ഞങ്ങൾ വന്നിട്ട് പോയതാണ്. എല്ലാ വർഷവും കുഞ്ഞുങ്ങൾക്ക് ലീവ് കിട്ടുമ്പോൾ കൂട്ടുകാസിയും കുഞ്ഞുങ്ങളെ നാട്ടിൽ വിടും. 1 മാസം 2 1/2 ഞാൻ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ഞാൻ ഒരു 6 മാസം മുമ്പ് ഇവരെ നാട്ടിൽ കൊണ്ടുവിട്ട് തിരിച്ചു വന്നതാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ലക്ഷക്കണക്കിന് രൂപകൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് സരിതകാരണ സ്ഥലത്ത് ഡൽഹിയില് ഒരു ഫ്ലാറ്റ് വാങ്ങാൻ പൈസ കൊടുക്കാൻ റെഡിയാക്കി വെച്ച് കൊടുത്തു. ആമീൻ ആമീൻ ഹല്ലേലൂയ. അനേക പൈസ മുടക്കി. എന്നാൽ പകൽക്കാലം ഒരു കാര്യം പറയാം, സകലവും നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി, സകലവും നഷ്ടപ്പെട്ടു. ദൈവം പറഞ്ഞതുപോലെ എന്റെ അടിസ്ഥാനത്തെ ദൈവം ഇളക്കി. ആമീൻ 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 ഹല്ലേലൂയ. കടന്നുപോയടുത്ത് കമ്പനി കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ടും ഒന്നും തികഞ്ഞില്ല.
ഓട്ടസഞ്ചി പോലെ സകലവും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. എന്റെ കൂട്ടുദാസിയുമായി ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ നോക്കണമേ, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി, ഗൾഫിൽ ഉണ്ടാക്കി, ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കി, ഒന്നുമില്ല. 400 രൂപയുമായി 2 കുഞ്ഞുങ്ങളുമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ദൈവം ഞാൻ സേവിക്കുന്ന ദൈവത്തോട് ചോദിച്ചു. ആമീൻ. ദൈവം പറയുന്ന മിഥ്യാമത്തോട് ചോദിച്ചു. ആമീൻ, ആമീൻ. ഹല്ലേലൂയ. ഇത്രയൊക്കെ ആയിട്ടും എന്റെ തകർത്തല്ലോ, എന്നെ നശിപ്പിച്ചു കളഞ്ഞല്ലോ. 400 രൂപ ഞാൻ എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് കരഞ്ഞ സ്ഥാനത്ത് ഞാൻ നേരെ വീട്ടിൽ ചെന്ന് കടന്നില്ലോ എന്റെയായി. ആമീൻ. എന്റെ സഹോദരി കാര്യങ്ങളൊന്നും പറഞ്ഞു, രോഗമുണ്ട്, ഹോസ്പിറ്റലിൽ പോകണം, പുഷ്പഗിരി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആ പുഷ്പഗിരി ഹോസ്പിറ്റലിൽ അവര് ചോദിച്ചു, എന്തിനൊക്കെ ട്രീറ്റ്മെന്റ് നടത്തണം, എന്തിനൊക്കെ ഓപ്പറേഷൻ നടത്തണം, എന്തൊക്കെ ചെയ്യണം, ഇതെങ്ങനെ ചെയ്യും ഒരു മനുഷ്യ ശരീരത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ഭാരപ്പെട്ടു പോയി, പ്രയാസപ്പെട്ടു പോയി. ഒരു ട്രീറ്റ്മെന്റും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഈ ശരീരത്തിൽ രോഗമില്ല. ഞാൻ എങ്ങനെ പിന്നെ ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയാ അവിടെ വെളിപ്പെട്ടു വന്ന കേട്ടോ. ഞാൻ മാനസികമായി തകർന്നു, മാനസികമായി പ്രയാസപ്പെട്ടു, മാനസികമായി വളരെ എനിക്ക് ദുഃഖമുണ്ടായി. അല്ലെങ്കിൽ ഭവനത്തിൽ കടന്നു കൂട്ടുകാസിയെ കൊണ്ട് ഭവനത്തിൽ കടന്ന് മുറിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ദൈവകൃപ വ്യാപരിക്കുന്ന രാത്രിയായിരുന്നു അന്ന്. ആമീൻ, ആമീൻ. അന്ന് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഭവനത്തിൽ ഉപവാസ പ്രാർത്ഥന നടത്തി. ഒരു വീട്ടിലെ 2 കുഞ്ഞുങ്ങൾ, 17, 18, 16, 17 വയസ്സുള്ള 2 കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ. ആ 2 കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിച്ചു. 2 പേരും ഹല്ലേലൂയ, സ്വത്രം പ്രവചനം പ്രാപിച്ചു. ആമീൻ. അതിലെ ആൺകുഞ്ഞിനെ രാത്രി ദൈവം കിടത്തി ഉറക്കിയില്ല. അവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ നാളെ ഇപ്പോൾ അവിടെ ഭവനത്തിൽ കടന്നു ചെല്ലണം. ആമീൻ, ആമീൻ. 6 ദിവസം കഴിയുമ്പോൾ ആ സഹോദരി മരിച്ചു പോകും. ആമീൻ. നീ ചെന്ന് അവരോട് പറയണം, ഹല്ലേലൂയ, സാക്ഷ്യം നീ എന്നിട്ട് പറയണം, ഞാൻ പറയുന്നത് നീ അവരോട് പറയണം പറഞ്ഞ് രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ ദൈവം സഹോദരനെ കിടത്തി ഉറക്കിയില്ല. ആമീൻ, ആമീൻ. ഹല്ലേലൂയ. പിറ്റേ ദിവസം രാവിലെ അമ്മയും 2 സഹോദരിയായിട്ട് എന്റെ വീട്ടിൽ വന്ന് ഹല്ലേലൂയ. എന്നെ ഭയങ്കര പേടിയായിരുന്നു, കാരണം ഞാനൊന്ന് ബഹളമൊക്കെ ഉണ്ടാക്കി, അപ്പന്റെ ശവടൊക്കെ ബഹളമൊക്കെ ഉണ്ടാക്കിയാണ്ട് എന്നെ ഭയങ്കര പേടിയായിരുന്നു. എന്നോട് വന്നിട്ട് പുറയില്ല, നിന്റെ അമ്മയോട്, ഞാൻ കിടക്കുമ്പോ വന്ന അമ്മയോട് പറഞ്ഞു, എന്റെ അമ്മേ, ഹല്ലേലൂയ, അണ്ണന്റെ അവസ്ഥ മോശമാണ്. ആമീൻ, ആമീൻ. ഹല്ലേലൂയ. ഈ ചേച്ചി മാറ്റപ്പെട്ടു പോകും, ചേച്ചിയിൽ വ്യാപരിക്കുന്ന രോഗമല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വിചാരം അന്ധകാരമാണ്. ഹല്ലേലൂയ. ഇതിന് മരുന്നില്ല, ഒരു വൈദ്യശാസ്ത്രം കണ്ടുപിടിക്കത്തില്ല. ഹല്ലേലൂയ. അമ്മേ, ഹല്ലേലൂയ, ഇവരെ പ്രാർത്ഥിപ്പാൻ ഇരുത്ത് എന്ന് അമ്മയോട് പറയാണ്ടേ. എന്റെ സഹോദരൻ കരഞ്ഞവൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും അവരെ പ്രാർത്ഥനയ്ക്ക് ഇരുത്ത്, പ്രിയ ചേച്ചി മരിച്ചു പോകും, 6 ദിവസത്തേക്കുള്ള അവർ ജീവിച്ചിരിക്കത്തില്ല, ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ പറഞ്ഞപ്പോൾ എന്റെ അമ്മ ഓടി വന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അമേൻ, അമേൻ. ഹല്ലേലൂയ. മോനെ, ഹല്ലേലൂയ, നീ പെന്തക്കോസ്ത് ആകണ്ട, നീ വിശ്വാസി വരണ്ട. ആ ദൈവത്തിന്റെ പയ്യിൽ പറഞ്ഞ ചില കാര്യങ്ങൾ നീ ഒന്ന് കേൾക്കണം. നീ അതൊന്ന് കേട്ടേ മതിയാകൂ. ഞാൻ പറഞ്ഞു, എനിക്ക് കേൾക്കണ്ട, എന്നോട് പറയുകയും വേണ്ട, എനിക്കൊട്ട് കാണുകയും വേണ്ട. എന്റെ പെങ്ങൾ എന്നോട് കരഞ്ഞു പറഞ്ഞു, ഹല്ലേലൂയ, അണ്ണ ഒന്ന് കേൾക്ക്. അന്ന് ഈ ബന്ധുക്കോസുകാരനാകാനോ ബൈബിൾ എടുക്കാനോ ഒന്നും അല്ല പറഞ്ഞത്. അണ്ണനൊന്ന് കേട്ട് നോക്കിയണ്ണ, ഇവൻ പറയുന്നത് കേൾക്കാം. അവൻ ഇന്ന് രാത്രി ദൈവം ഉറക്കിയില്ല, വാ കേൾക്കാൻ, വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ വരത്തില്ല. പുള്ളി എന്റെ അമ്മ എന്നോട് പറഞ്ഞു, ഞാൻ എടുത്ത് കിണറ്റി ചാടും, അതോ നീ വരുന്നോ? ആമീൻ, ആമീൻ. എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്നേഹമാണ്. ഹല്ലേലൂയ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, 100 വയസ്സ് കഴിഞ്ഞു. ആമീൻ, ആമീൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവം എന്റെ അമ്മയോട് ഇടപെട്ടു. ഞാൻ കിണറ്റി ചാടും, അത് നിനക്ക് എന്നെ കാണണോ? ആമീൻ. എന്റെ അമ്മയുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി. ഞാൻ ഒരു കാര്യം ചെയ്യും, ഇവര് രണ്ടും കൊണ്ടുപോവാ, അവർ താഴെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇരുന്ന്, ആലയമുണ്ടല്ലോ, ആലയത്തിന് മുറിയിൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പായിട്ടു ഞാനും എന്റെ സഹോദരി, എന്റെ അളിയനും എന്റെ അമ്മയും ഹല്ലേലൂയ കടന്നു വന്ന ഇവര് 3 പേരും, ഞാനും എന്റെ കൂട്ടുകാസി കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടിരുത്തി പായിട്ടിരുന്നു. ആമീൻ, ആമീൻ. ഹല്ലേലൂയ. ആ പൈതൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് എന്റെ സഹോദരി, എന്റെ കൂട്ടുദാസിയുടെ 13ാമത്തെ വയസ്സുമുള്ള സകല കാര്യങ്ങളും അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ. എന്റെ സഹോദരി ഹല്ലേലൂയ അത്ഭുതപ്പെട്ടു. അവൾ മറന്നുപോയ കാര്യങ്ങളും ദൈവാത്മാവ് അങ്ങോട്ട് ഓർമ്മിപ്പിച്ചപ്പോൾ ഹല്ലേലൂയ ഇരുന്ന് വിറയ്ക്കാൻ തുടങ്ങി. ഹല്ലേലൂയ പേടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് എന്നോട് സംസാരിച്ചു. ആമീൻ, ആമീൻ. എന്നോട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ റിയാദിൽ നിന്നും ഹല്ലേലൂയ ഇത്ര മൈൽ സ്പീഡിൽ നീ വണ്ടി ഓടിച്ച് അൽ ഗസീം എന്ന സ്ഥലത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് ഒരു ലോറി വന്ന് ക്രോസ് കയറി അവനുമായി ഇടിച്ച് തകർന്ന് തീ കത്തി നശിച്ചു പോകേണ്ട സ്ഥാനത്ത് നിന്നെ അന്ന് എന്റെ കൈ
തൂക്കിയെടുത്ത് കൊണ്ടുപോയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനും ഭയന്നു. ആമീൻ എന്റെ കൂടിരുന്നവന്റെ പേര് പറഞ്ഞു, എന്റെ കൂടിരുന്നവന്റെ സ്ഥലം പറഞ്ഞു, എന്റെ കൂടിരുന്നവന്റെ അവസ്ഥ പറഞ്ഞു. ആമീൻ ഞാൻ പേടിച്ചു പോയി. ഞാൻ പറഞ്ഞു ശരിയാണ്, ശരിയാണ്. ഒരു ലോറി ക്രോസ് വന്നു, ഞങ്ങളെ പുറപ്പോൾ വഴി പോയി ലോറിക്കാരൻ വന്ന് ക്രോസ് ചെയ്താണ്. എന്നാൽ ഹല്ലേലൂയ, ഒരടി വ്യത്യാസത്തിൽ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. നിന്നെ ഞാൻ എന്റെ കരത്തിൽ സൂക്ഷിച്ചു. അത് പറഞ്ഞ പേടി തോന്നി. നാസിക്കിൽ നിന്ന് ഞാൻ ധോണിയിലേക്ക് പോകുന്ന വഴിയിൽ രാത്രിയിൽ ഹല്ലേലൂയ വാൻ ഓടിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഭാരമാണ് വാൻ ഓടിക്കുന്നത്. എല്ലായിടത്തും പോകായിരുന്നു, ഡൽഹിന്ന് ഒക്കെ എല്ലായിടത്തും പോയായിരുന്നു. അങ്ങനെ ഞാൻ ഹല്ലേലൂയ നാസിക്കിൽ നിന്ന് ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ രാത്രിയിൽ ഹല്ലേലൂയ കടന്നു ചെല്ലുമ്പോൾ ഒരു മരത്തിൽ കുട്ടിയിടിപ്പാൻ ഞാനിങ്ങനെ കണ്ണ് ഞാൻ ഉറങ്ങി. അല്ലെ വാനം നേരെ എന്നൊരു ആൽമരത്തിൽ രണ്ട് സൈഡ് ആൽമരങ്ങൾ ഇങ്ങനെ നിൽക്കുക, ഹൈവേ ആണ്. ഞാൻ ചെന്ന് ഉറങ്ങിയിട്ട് റോഡിൽ വണ്ടി ചാടി ഒരു മരവുമായി അല്ലെങ്കിൽ ഒരു 4 മീറ്റർ ദൂരത്ത് ചെന്നപ്പോൾ ഞാൻ ഞെട്ടി ഉണർന്നു. ചവിട്ടി നിർത്തി റോഡിൽ വണ്ടി കയറ്റി എന്നോട് ചോദിച്ചു, തോണിയിലേക്ക് പോയ സ്ഥാനത്ത് മരത്തിൽ ഇടിച്ച് മറിഞ്ഞ് നീ ചത്തു പോകേണ്ട സ്ഥാനത്ത്, ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് നിന്നെ ഞാൻ ഉണർത്തി, നിന്നെ തട്ടി ഉണർത്തി, നിന്നെ ഞാൻ റോഡിൽ കയറ്റിയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പേടിച്ചു, ഞാൻ ഭയപ്പെട്ടു പോയി. എന്തായി പറയുന്നേ? ഹല്ലേലൂയ, ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വലിയ വിടുതലിന്റെ കരം അവിടെ ഇറങ്ങി വരികയായിരുന്നു കേട്ടോ ദൈവദാസിയെ. ആമേൻ, ഹല്ലേലൂയ. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചു, ഓടിച്ചു പറയുകയാണ്, സമയമില്ല. ഇന്ന് പൽക്കാലം നീ പറയുന്ന ദൈവം ഹല്ലേലൂയ എന്റെ കൂട്ടുകാശി രക്ഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പുസ്തകം എടുക്കാമെന്ന് അവനോട് പറയുവാനിടയായി. ഞാൻ പുസ്തകത്തെ എടുത്തില്ല. ഇങ്ങനെ പറഞ്ഞു, നീ വായിക്കുന്ന കറുത്ത പുസ്തകം ഞാൻ എടുക്കാം, എന്റെ ഈ കൂട്ടുകാശിക്ക് ഒരു വിടുതൽ കൊടുക്കാൻ കഴിയുമോ, ഒരു സൗഖ്യം കൊടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എന്നോട് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ആമേൻ എന്ന് പറഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ അത് പ്രിന്റ് ചെയ്തു. എനിക്ക് വചനം അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, എന്നാൽ ഈ ഒരു വാക്ക് എന്റെ ഹൃദയത്തിൽ പ്രിന്റ് ചെയ്തു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും പറഞ്ഞപ്പോൾ ആമീൻ എനിക്ക് എന്തോ ഒരു വലിയ പ്രത്യേകത തോന്നി. എന്റെ വീട്ടിൽ വ്യാഴാഴ്ച കൂട്ടായ്മ കടന്നു വരണം, അവിടെ പ്രാർത്ഥിക്കാൻ വന്നു വന്നാൽ എന്റെ ദാസിക്ക് ഒരു വിടുതലുണ്ട്. ഇന്ന് പൽക്കാലം ഞാൻ അടയാളം തരാം. ഇന്ന് പൽക്കാലം ഇവിടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന സകല വേദനകളും, ഹല്ലേലൂയ, സകല വേദനകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ശമിക്കും. ഇപ്പൊ ഒരു സ്വസ്ഥത കിട്ടും. ഇന്ന് പകൽ ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങള് സഹോദരനും കൈകോർത്ത് പ്രാർത്ഥിച്ച് ഈ വിഷയത്തിന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആമീൻ എന്റെ സഹോദരി, എന്റെ കൂട്ടുദാസിയുടെ ശരീരത്തിലെ അവസ്ഥകൾക്ക്, വേദനകൾക്ക്, ബുദ്ധിമുട്ടിന്, പ്രയാസത്തിന് എല്ലാം ഒരയവ് വന്നു, ഒരാശ്വാസം കിട്ടി. ആമീൻ ഹല്ലേലൂയ. 3 ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ കടന്നിയെന്ന് പ്രാർത്ഥനയ്ക്ക് കടന്നു പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ആമീൻ ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ഹല്ലേലൂയ എന്റെ കൂട്ടുദാസിയും എന്റെ അളിയൻ എന്റെ പെങ്ങളും ആയിട്ട് ഞങ്ങൾ അവരെ വീട്ടിലേക്ക് കടന്നു ചെല്ലുക. ഒരു റബ്ബർ തോട്ടത്തിൽ കൂടെ ഒരു 1/2 കിലോമീറ്റർ നടന്നു വേണം കയറി ചെല്ലാൻ. ഇടവഴിയുള്ളൂ, വണ്ടിയൊന്നും പോകത്തില്ല, സൈക്കിളൊന്നും പോകത്തില്ല, നടന്നു കയറി ഇടവഴിയാണ്. എന്റെ കൂട്ടുകാസ് നടക്കാൻ പറ്റത്തില്ല. അവിടെ ഞങ്ങൾ എന്റെ അളിയനും ഞാനും ഞാൻ തോളിൽ കക്ഷത്തിൽ കൈ ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്ത് അവളെ നടത്തിക്കൊണ്ട് ഞങ്ങൾ ആ ഭവനത്തിൽ കടന്നു ചെന്നു. കടന്നു പ്രാർത്ഥിച്ചു. പകലത്തെ പ്രാർത്ഥന, ആരാധന എല്ലാം കഴിഞ്ഞു. 4 മണിയായി. ഞങ്ങൾ ആഹാരം വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തുടങ്ങുകയാണ്. എന്നാ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഒരു വിടുതലോടെ സംഭവിച്ചില്ല. ആമീൻ. ഇറങ്ങി പോരാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ ഒരു പദ്ധതി വെളിപ്പെടുകയായിരുന്നു. ആമീൻ ഹല്ലേലൂയ. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളെ മീറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, വാ കയറി വാ, ഇരിക്കാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. വീണ്ടും ഞങ്ങൾ തിരിച്ചേറിയ ഭവനത്തിരുന്ന ദാസിയെ ഒരു പായിലിരുത്തി പ്രാർത്ഥിച്ചു. അവർ ആരാധിച്ചു. ദൈവ പൈതലും ആങ്ങളെയും പെങ്ങളും അമ്മയും എന്റെ സഹോദരിയും അളിയനും ഞാൻ മാത്രം കസേരയിലിരുന്നു. വേറെ 2 സഹോദരിമാരുണ്ട്. അവരെ അവിടെ നിർത്തി പ്രാർത്ഥിക്കാൻ വേണ്ടി, ആരാധിക്കാൻ വേണ്ടി. അവിടെ അന്ന് രാത്രി ആ സമയത്ത് 7 മണിക്ക് മറ്റു 7:30 അങ്ങനെ പ്രാർത്ഥന തുടങ്ങി. അവിടെ ആരാധനയും പ്രാർത്ഥനയും വൈനശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് രാത്രിയില് ആമീൻ കഥകളെല്ലാം അടച്ച്, ജനലെല്ലാം അടച്ച് അമ്മയുടെ കൂട്ടുകാശി ചെയ്ത് പ്രാർത്ഥിക്കുക. ഒടുവിൽ ഇദ്ദേഹം വൈനശുശ്രൂഷ എല്ലാം കഴിഞ്ഞിരുന്നിട്ട് എന്റെ കൂട്ടുകാശി എടുത്തി കടന്നു ചെന്നിട്ട് ഓരോന്നും പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആമീൻ ഓരോ ശക്തി കൂട്ടുകാശി ശരീരത്തിൽ നിന്ന് വെളിപ്പെടാൻ തുടങ്ങി. 7 രോഗത്താൽ ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട്
നടക്കാൻ വയ്യാത്ത എന്റെ കൂട്ടുദാസിയോട് ഹല്ലേലൂയ ദൈവത്തിന്റെ ദാസന പയ്യല് ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഹല്ലേലൂയ ഇരുന്ന സ്ഥാനത്തിന്റെ എന്റെ കൂട്ടുദാസി അല്ല സംസാരിക്കുന്നത്, വേറെ പൈശാചിക ശക്തി സംസാരിക്കാൻ തുടങ്ങി. നീ ആരാ? തിരിച്ചു വെച്ച് നീ ആരാ? ആമീൻ 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 ആമീൻ. നീ ആരാ? തിരിച്ചു നീ ആരാ? ആമീൻ 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 ആമീൻ. ഹല്ലേലൂയ. ഞാൻ ഈ സൗദിയിലൊക്കെ പോയത് കൊണ്ട് എനിക്ക് അറബിയൊക്കെ അറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ദാസൻ ഹല്ലേലൂയ കൈവച്ച് പ്രാർത്ഥിച്ചു. കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുറമോട്ട് ഇങ്ങനെ വീഴുക, കട്ടയിൽ പായൽ ഇങ്ങനെ കിടന്നപ്പോൾ ചോദിച്ചു, നീ ആരാണ്? അപ്പൊ ഒരു പേപ്പർ ഇങ്ങനെ മടക്കി, ന്യൂസ് പേപ്പർ മടക്കി അടിക്കത്തെ രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ചോദിച്ചു, നീ ആരാ? അന്നേരം എന്റെ കൂട്ടുകാസി പല രീതിയിൽ സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞു, ആമീൻ ആമീൻ, ഞാന് ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന ശക്തിയാണ്. ഹല്ലേലൂയ, അതെവിടെ നിന്ന് എങ്ങനെ വന്നു? ആമീൻ 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 ആമീൻ. കരോൾ ബാഗിൽ സ്ഥലം പറയാ, എന്റെ കൂട്ടുകാസി തന്നെ പറയുന്നത് പറയാ, ഡൽഹി കരോൾ ബാഗിൽ മുഹമ്മദ് യൂസഫ് എന്നൊരു മുസ്ലിം വീട്ടിൽ ചെന്ന് ജപിച്ച പൊടി കൊണ്ടുവന്ന് ആമീൻ ഹല്ലേലൂയ ഒരു ബർത്ത്ഡേയുടെ രാത്രിയിൽ ആട്ടിറച്ചിക്കകത്തിട്ട് കലക്കി നിന്നെ ഭക്ഷിപ്പിച്ച രാത്രി ഓർക്കുന്നു. ആമീൻ ഹല്ലേലൂയ. ആരെന്നോ എങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. എന്റെ കുട്ടിക്ക് ഒരു ലക്ഷം കൂടി ഹല്ലേലൂയ. എന്റെ ഒരു ബന്ധുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാൻ അവിടെ പോയി. മക്കളുടെ ബന്ധു ഞങ്ങളെല്ലാം ചെയ്തു. ഞാൻ എന്റെ അളിയന്മാരെ എല്ലാം ഉണ്ട്. എന്റെ മക്കളുണ്ട്, എന്റെ കൂട്ടാശം. അവിടെ ചെന്ന് ഞങ്ങൾ അവരുടെ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞങ്ങളൊക്കെ മദ്യപിക്കായിരുന്നു. ഞാൻ എന്റെ അളിയ ഞങ്ങളുടെ അടുത്ത് മദ്യപിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഫുഡ് വേണ്ട, ഞാൻ കഴിച്ചില്ല. എന്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും കിടന്നുറങ്ങി. കൂട്ടുകാസി അവർ കഴിപ്പിച്ചു. ഹല്ലേലൂയ. അത് കഴിപ്പിച്ചതൊക്കെ ആ സാഹചര്യങ്ങളും സമയങ്ങളും അത് എവിടുന്നാ കൊണ്ടുവന്നെന്നും ആരാ കൊണ്ടുവന്നെന്നും എല്ലാം പറഞ്ഞ് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ പേപ്പർ എടുത്ത് അടിച്ചിട്ട് പറഞ്ഞു, ആമീൻ ഇതിപ്പോൾ വെളിപ്പെടുത്തിരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ നടുവിന് ഹല്ലേലൂയ കെട്ടിയിട്ട് പാമ്പിന്റെ പുള്ളിയിട്ട് ആ പെരുമ്പാമ്പിന്റെ രൂപത്തിൽ ഇവളെ ഞാൻ ആക്കും എന്ന് എന്റെ കൂട്ടുകാരനെ പറയുന്നത്. ഹല്ലേലൂയ. സകലതും വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ രോഗത്തിനെ ശാസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ തുടങ്ങി. ആമീൻ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, ഞാൻ കുടിക്കത്തില്ല, ഇനി കുടിക്കാൻ പറ്റത്തില്ല, അയ്യോ ഈ രക്തം ഞാൻ കുടിക്കത്തില്ല, തീ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും കുടിക്കണി എന്ന് പറഞ്ഞു കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ആമീൻ ആമീൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടുവിന് പോരാടുന്ന, നടുവിന് പുള്ളിയിട്ട് പോരാടുന്ന, നടുവിന്റെ ബാധ്യതകള്, രോഗങ്ങള്, ദുഃഖങ്ങള് എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിശാച് എടുത്തുകൊണ്ട് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവദാസൻ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ പറഞ്ഞു, ഞാൻ എടുത്തോണ്ട് പോവാണേ എന്ന് പറഞ്ഞു. എങ്ങനെ പോകും? ഞാനങ്ങ് കൊണ്ടുപോകുമ്പോൾ അല്ല, നീ ഒരു കാര്യം ചെയ്യ് ആമീൻ, ഈ കാല് 3 പ്രാവശ്യം തറയിൽ അടിക്കാൻ പറഞ്ഞു. ശക്തിയായിട്ട് 3 പ്രാവശ്യം കാല് തറയിൽ ശക്തിയായിട്ട് അടിച്ചു. ആ വീടിളകി. ആമീൻ ആമീൻ ഹാലി. അത് കഴിഞ്ഞ് ഓരോ രോഗത്തിനും പ്രാർത്ഥിച്ചു. ആമീൻ ആമീൻ ഹല്ലേലൂയ. ഒരിക്കൽ ഞാന് ഡ്യൂട്ടി കഴിഞ്ഞ് എന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ എന്റെ കൂട്ടുകാസി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പകൽ കിടന്നു തുടങ്ങും. ഞാൻ അവിചാരിതമായിട്ടാണെന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ കടന്നു ചെന്നത് ഫുഡ് കഴിക്കാൻ. കടന്നു ചെല്ലുമ്പോൾ പുള്ളി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആമീൻ. ഒരു പൂവ്, ഒരു ഉണങ്ങിയ പൂവ്, ഹല്ലേലൂയ, ഒരൊറ്റ പൂവ് ആ ബെഡിൽ ഞാൻ കിടന്നു. ഞാൻ ഒരു 4-5 പേർ കിടക്കാൻ ഒരു കട്ടില്ല. അല്ല, ഒരു പൂവ് ഇങ്ങനെ ഉണങ്ങിയ പൂവ് അതൊക്കെ കിടക്കുന്നു. ഡോർ വന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുന്നത്. ആമീൻ. താഴേക്ക് ആൾക്കാരുള്ളതുകൊണ്ട് ആമീൻ. ഞാൻ ഈ കാണുന്നത് ഈ പൂവ് എടുത്തിട്ട് ഞാൻ കളഞ്ഞു. എങ്ങനെ പൂവ്? ഉണങ്ങിയ പൂവാണ്. ആമീൻ ഹല്ലേലൂയ. ആ രണ്ടാമത്തെ സ്തോത്രം ഹല്ലേലൂയ. ഈ പാരലിസിസ് രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആമീൻ ഇതുപോലെ തന്നെ പല ശക്തികളുടെ പേരുകൾ പറഞ്ഞു. ആമീൻ ആമീൻ ഹല്ലേലൂയ. ഞാൻ ഇന്നടത്ത് ഇന്നാരാണ്, അതുകൊണ്ട് ഹല്ലേലൂയ ഞാൻ ഇവളെ കൊണ്ടേ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ, നീ ഞാൻ പറയുന്നത് പോലെ ഇവിടെ ഇപ്പോൾ ചെയ്യണം. ആമേൻ ഹല്ലേലൂയ. പറയുവാനിടയായി ഈ പൂവിന്റെ മുകളിലേക്ക് ഇവൾ തിരിഞ്ഞു കിടന്നെങ്കിൽ ഈ ഉണക്കപ്പൂവ് പൊടിഞ്ഞ് ഭസ്മമായേനം. ഹല്ലേലൂയ. അതുപോലെ ഇവൾ കിടന്നില്ല. ഹല്ലേലൂയ. കാരണം ആളിനെ ഞാൻ അയച്ചു, ദൂതനെ അയച്ചു, ഞാൻ വിടുവിച്ചെടുത്തുകൊണ്ട് വന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തെ അതുപോലെ താറുമാറാക്കുവാൻ
നിന്റെ ജീവിതം ഇല്ലാതാക്കുവാൻ, കുടുംബജീവിതം ഇല്ലാതാക്കുവാൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി രക്തബന്ധത്തിൽ ഹല്ലേലൂയ ഒരാള് പേര് പറഞ്ഞു അത് തന്ന ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവേ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ ദുഷ്ട വ്യാപാരത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഇറങ്ങി പോവാൻ ഹല്ലേലൂയ കൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ വെളിപ്പെടാനിടയായി. ആമീൻ 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 ആമീൻ. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ നീ എങ്ങനെ ഇറങ്ങിപ്പോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹല്ലേലൂയ കയ്യ് ഹല്ലേലൂയ 3 പ്രാവശ്യം ഭിത്തിയിൽ അടിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ ഭിത്തിയിൽ 3 പ്രാവശ്യം കൈ കെട്ടിച്ചപ്പോൾ ആ ഭിത്തി ഇളകി. ഹല്ലേലൂയ ആ രോഗത്തിന്റെ ആത്മാവ് അവിടുന്ന് വിട്ടുപോകാൻ ഇടയായി. ആമീൻ. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു. ആമീൻ. പ്രാർത്ഥിച്ചു. കുടിക്കാൻ പറഞ്ഞു, കുടിക്കത്തില്ല. കുടിക്കാൻ പറഞ്ഞു, കുടിപ്പിച്ചു. ആമീൻ. ഒത്തിരി അടി കിട്ടി. എന്നാലും പേപ്പർ വെച്ച് കുടിച്ചപ്പോൾ പറഞ്ഞു പൈൽസ് എന്ന രോഗം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൊടിയട്ടെ, ഇപ്പോൾ ഇല്ലാതാകട്ടെ, ഇപ്പോൾ മാറണം. ആമീൻ ആമീൻ ആമീൻ. ഹാലലൂയ വെള്ളം കുടിച്ചു കഴിഞ്ഞ് പറഞ്ഞു ഹല്ലേലൂയ ഇപ്പോൾ ഇവളെ കൊണ്ടുവന്ന് വെളിയിൽ ഇരുത്ത്. അല്ലെ മൂത്രം ഒഴിച്ചു പോകും. അല്ലെ മൂത്രം ഒഴിച്ചു പോകുമ്പോൾ കരിഞ്ഞ മൂത്രം പോകും. ആ കരിഞ്ഞ മൂത്രത്തിൽ കൂടി ആ പൈൽസ് പൊടിഞ്ഞു പോകുന്നു പറയുവാൻ ഇടയായി. ആമീൻ ആമീൻ. ഹല്ലേലൂയ. കിടന്നു 2 മിനിറ്റ് വെച്ച് ചാടി എഴുന്നേറ്റ് ഉദാസി എഴുന്നേറ്റ് പറഞ്ഞു മൂത്രം ഒഴിക്കാൻ പോകണം. ഹല്ലേലൂയ വെളിയിൽ കൊണ്ടുപോയി മൂത്രം ഒഴിച്ചു. അവര് പറഞ്ഞു കണക്ക് തന്നെ ആമീൻ ആമീൻ കരിഞ്ഞ മൂത്രം പോയി. ആമീൻ. ഹല്ലേലൂയ പൈൽസ് രോഗത്തിന് ശമനം ഉണ്ടായി. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദൈവം ചെയ്തെടുക്കുന്ന ഓരോ കാര്യങ്ങളും ഉചിതമായി തന്നെ ദൈവം ചെയ്തെടുക്കും. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വയറിന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ ആമേൻ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വയറിന് വേണ്ടി പ്രാർത്ഥിക്കുക. വയറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അലിയ സഹോദരനും സഹോദരിയും അപ്പുറപ്പെടുന്ന് കൈവെക്കുകയാണ്. സഹോദരൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഈ നെഞ്ചത്ത് കൈകൊണ്ടിരുമ്പോൾ സഹോദരിയുടെ കൈവെക്കും. വീണ്ടും പ്രാർത്ഥിക്കും, ആരാധിക്കും. ആമീന്റെ ദാസി കാലിൽ ഇങ്ങനെ പൊങ്ങുവാൻ തുടങ്ങി. ആമീൻ ആമീൻ അലറുവാൻ തുടങ്ങി. ആലിയ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ആമീൻ 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 വിളിച്ചു പറഞ്ഞു ഞാൻ ഈ വയറ് ഇപ്പോൾ എടുത്തുകൊണ്ട് പൊക്കോളാം. ഈ വയറ് ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് പൊക്കോളാം. വയറിലെ എല്ലാ പിന്നെ അഭികാരത്തെ ഞാൻ എടുത്തുകൊണ്ട് പോകാം. എന്നെ കൊല്ലരുത്, എന്നെ തിന്നരുത്, എന്നെ ചിത്തിയിൽ നിർത്തരുത് എന്ന് പറഞ്ഞ് ഇത് പിശാച് കരഞ്ഞപ്പോൾ അല്ല ദേവദാസൻ ചോദിച്ചൊരു കാര്യമുണ്ട്. എങ്ങനെ പോകും? ആമീൻ ആമീൻ. ദുഷ്ടശക്തി പറഞ്ഞൊരു കാര്യമുണ്ട്. 13-ാമത്തെ വയസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇവരുടെ മാതാവിനും മകൾക്കും ആമീൻ 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 അവരുടെ അപ്പന്റെ സഹോദരിയ ഒരാള് വീട്ടിൽ താമസമുണ്ട്. ഭാര്യ ഭർത്താവൊന്നുമില്ല, അങ്ങനെയുള്ളവരാണ്. അവരമ്പലത്തിൽ പോയി ഉണ്ണിയപ്പത്തിൽ ആഭിചാരം ചെയ്ത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നത് ആ മാതാവിനെയും മകളെയും കഴിപ്പിച്ചു. മാതാവിന് ഹാർട്ട് വാൽവിന് അസുഖമായിരുന്നു. എന്ന് ജീവിച്ചിരിപ്പില്ല, കഴിഞ്ഞ മരിച്ചുപോയി, വർഷങ്ങളായി. ആമീൻ ഹാലയ. ഇവര് കഴിച്ചിട്ട് ഇവള് തളർന്ന് ഹാലയ 1 വർഷക്കാലം കട്ടിൽ കിടന്നു. ഹാലയ 1 വർഷം തളർന്നു പോയിരുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. അവിടെ നോക്കി എഴുന്നേൽപ്പിച്ച് 13-ാമത്തെ 14 വരെ എഴുന്നേറ്റ് വീണ്ടും സ്കൂളിൽ പോകാൻ ഇടയായി. ആമീൻ ഹല്ലേലൂയ. ഈ ഉണ്ണിയപ്പത്തെ ഛർദ്ദിക്കാൻ പറഞ്ഞു. ആമീൻ. ഇവിടെ വരെയായി വയറിഞ്ഞിരിക്കുക, അവസാന ഘട്ടമാണ്. അപ്പൊ പറയുവാൻ ഇടയായി ഇല്ല ഇല്ല ഞാൻ ഇന്നെ എടുത്തുകൊണ്ട് പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനെ ഞാൻ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇവിടെ പറ്റത്തില്ല. ഞാൻ ഇപ്പോൾ അതിനെ തകർത്ത് ഇല്ലാതാക്കി ജീവൻ ഇല്ലാതാക്കും. നാളെ പകൽക്കാലം ഹല്ലേലൂയ ഹല്ലേലൂയ പകൽക്കാലം ഓപ്പൺ ആയിട്ട് പോയിരുന്ന് ലാട്രിനിൽ പോകുമ്പോൾ ഇത് മാത്രമായി ഇറങ്ങി വരും. ഒരു പല്ലിയുടെ രൂപത്തിൽ ആമീൻ 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 ചക്തി ഒരു പല്ലിയുടെ രൂപത്തിൽ കയ്യും കാലും വെച്ച രൂപം വയറ്റിൽ നിന്നിറങ്ങി വെളിയിൽ വരുമെന്ന് പറയുവാൻ ഇടയായി. ആമീൻ ആമീൻ. അങ്ങനെ അതിനെ ഇല്ലാതാക്കി യുവക്കാലം വയറിന് വേണ്ടി പ്രാർത്ഥിച്ചു, കരഞ്ഞു, വെള്ളം ഉണ്ടാക്കി. ആമീൻ ആമീൻ ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് ശാസിച്ച് 1 ഗ്ലാസ് വെള്ളം കൊടുത്ത് ആമീൻ വയറിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ ആമീൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. ആമീൻ 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 ഹല്ലേലൂയ. ഡൽഹി ആർക്കേപുരത്ത് ആമീൻ 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 ഇന്ന അമ്പലത്തിൽ നിന്നും നിനക്ക് കൊണ്ടു തന്ന 4 ലഡു ഇല്ലേ? ആമീൻ. ആ 4 ലഡു കഴിച്ചിൽ 1 ഞാൻ കഴിച്ചു. ആമീൻ. ബാക്കി 3 എടുത്ത് ഞാൻ വന്നപ്പോ രാവിലെ ഒരാളെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് 4 ലഡു തന്നു. ഇവളെടുത്ത് പെട്ടെന്ന് കഴിച്ചു. ബാക്കി എടുത്ത് ഞാൻ ടോയ്ലറ്റിൽ എറിഞ്ഞ് കളഞ്ഞു. വേണ്ട, കഴിക്കണമെന്ന് പറഞ്ഞു. ആമീൻ. ആ ലഡു ശ്രദ്ധിക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. വിവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ പല്ലിയെ നെഞ്ചത്തകത്തുനിന്നും വയറ്റിൽ കൂടി ഇറക്കി വെളിയിൽ ചത്തത് വെളിയിൽ വരുമെന്ന് പറയുവാനിടയായി. ആമീൻ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ ജീവനെ വെള്ളം കൊടുത്ത് കൊന്ന് ഇല്ലാതാക്കി നാളെ പാൽക്കാലം നിന്റെ കണ്ണുകൊണ്ട് തന്നെ
കാണുമെന്ന് പറഞ്ഞ് ഞങ്ങള് ഈ വിഷയം അവിടെ അവസാനിപ്പിച്ചില്ല. വീണ്ടും ബ്ലീഡിങ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതവിടെ ബ്ലീഡിങ്ങിന്റെ രോഗങ്ങൾ നിർത്തി കാണണം. ബ്ലീഡിങ് തുടങ്ങിയത് ഹല്ലേലൂയ അമ്പലത്തിൽ നേർച്ച കാഴ്ച കാരണം ആണ് ഈ ബ്ലീഡിങ് തുടങ്ങുന്നത്. അതിന്റെ ശക്തിയും പ്രാർത്ഥിച്ച് അവിടുന്ന് വെള്ളം കൊടുത്ത് ഇല്ലാതാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, എടുത്തു കളയുമെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഈ ശക്തി മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അടയാളം നീ എന്ത് തരും? ഈ വയറിപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് പോകും, ഈ വയറ് ഞാൻ മാറ്റിക്കളയുമെന്ന് പറഞ്ഞു. കാണിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്റെ ദാസി നീര ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ വയറിങ്ങനെ താഴാൻ തുടങ്ങി. ആമീൻ. ഒരു വലിയ ടയറിന്റെ ട്യൂബിനകത്ത് കാറ്റ് നിറച്ചിട്ട് ഒരു സൂചി കൊണ്ട് കുത്തിയാൽ എങ്ങനെ പോകും? അങ്ങനെ എന്റെ ദാസിയുടെ വയറ് പതുക്കെ താഴാൻ തുടങ്ങി. താണ് നോർമൽ വയറായി എന്റെ ദാസി മയങ്ങി വീണു. ഹല്ലേലൂയ. വീണ്ടും പ്രാർത്ഥിച്ചു, ആരാധിച്ചു. ഹല്ലേലൂയ. അത്ഭുതം എന്ന് പറയട്ടെ. സ്വതന്ത്രം ചെയ്ത ദേവദാസനും ദേവദാസികൾ ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ആമീൻ, ആമീൻ, ആമീൻ. കെട്ടുകളഞ്ഞ് ഈ തുണിയെല്ലാം അഴിഞ്ഞു. എന്റെ സഹോദരിയെല്ലാം വലിച്ചു മുറി കെട്ടി എല്ലാം കഴിഞ്ഞ് ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അത്ഭുതം എന്ന് പറയട്ടെ. ഹല്ലേലൂയ. അവിടെ ഒരു മഹാ അത്ഭുതം നടക്കുകയാണ്. ഞാൻ പതുക്കെ ഈ ബൈബിൾ എടുത്തു. ബൈബിൾ എന്നോട് പറഞ്ഞു, ബൈബിൾ എടുക്കണ്ട, നീ അവിടെ തന്നെ ഇരി, കസേരയിലിരി, ഇനിയും ചെറുത് കാണാനുണ്ടെന്ന് പറഞ്ഞ് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. അത്ഭുതങ്ങൾ നടന്നു. ഹല്ലേലൂയ. എടുത്തുകൊണ്ടുപോയി എന്റെ സഹോദരി കിടക്കയിൽ കിടക്കുന്ന എന്റെ സഹോദരിയുടെ കൂട്ടുദാസി എന്റെ കൂട്ടുദാസി ഇന്ന് രാത്രി അവർ ഒരുമിച്ച് പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്റെ ദാസി ആ കിടക്കുന്ന പായിൽ നിന്നും ചാടി എഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. വീഴുകൊലി ചാടാൻ തുടങ്ങി. രക്ഷിക്കപ്പെട്ടില്ല, സ്ഥാനപ്പെട്ടില്ല. എന്നാൽ ഇന്ന് വാക്കാലം പറയാം, ആ ദൈവവചനോടൊപ്പം പാടുവാനും പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും അന്യഭാഷ അടയാളത്തോടുകൂടി അഭിഷേകത്താൽ നിറഞ്ഞ് ആമീൻ അവിടെ നിന്ന് ഹല്ലേലൂയ പാടി ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി മയങ്ങി വീണു. ഹല്ലേലൂയ. സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ഒരു ദൈവം അന്ന് രാത്രി എന്റെ മുന്നിൽ ഇറങ്ങി വന്നു. അതാ സ്വർഗം എന്റെ മുന്നിൽ ഇറങ്ങി വന്നു. ഞാനൊരു വചനവും കേട്ടിട്ടില്ല, സുവിശേഷം കേട്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം സ്വർഗം എന്റെ മുന്നിൽ ഇറങ്ങി വന്നു. ആമീൻ. സ്വർഗത്തെ ഞാൻ കണ്ടു. എന്റെ കൂട്ടുകാർ എഴുന്നേറ്റ് ചോദിച്ചു, എന്റെ വയറെന്തി? വയറൊക്കെ പോയിന്ന് ദേവാസൻ പറഞ്ഞു. എഴുന്നേറ്റ് ഡാൻസ് ചെയ്ത് ആരാധിച്ച് പ്രാർത്ഥിച്ച് ആ വീട്ടിൽ നിന്നും നടന്നിറങ്ങി എന്റെ കൂടെ കൂട്ടുകാർ അന്ന് രാത്രി പോന്നു. രാത്രി 2:50 സൗഖ്യത്തോടു കൂടി എഴുന്നേറ്റ് ആ ഭവനിൽ നടന്നിറങ്ങി. ഞങ്ങൾ പിറ്റേ ദിവസം വീട്ടിൽ വന്നപ്പോൾ എല്ലാവർക്കും അത്ഭുതം കൊണ്ടു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഒരു ദൈവം ഉണ്ടെന്ന് ദേശത്ത് വിളിച്ചു പറയാൻ എന്നെ ഒരുക്കുവാൻ ദൈവം ഇടയാക്കി. ഹല്ലേലൂയ. ഒരുപാട് സമയം കടന്നു പോയിരിക്കുന്നു. ആമീൻ, ആമീൻ. എങ്കിലും ഇന്ന് പറഞ്ഞു തീർക്കുവാൻ എളുപ്പത്തിൽ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കാൻ 10 മിനിറ്റാണ് നമുക്ക് തീർക്കാം ഇന്ന് പൽക്കാലം. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ആ ഭവനിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. ആമീൻ, ആമീൻ, ആമീൻ. ദേശക്കാരുടെ അത്ഭുതം കൂടി, എല്ലാവർക്കും അത്ഭുതം കൂടി. രോഗസൗഖ്യമായി. ആമീൻ, ആമീൻ. ബ്ലീഡിങ് പോയി, നട്ടലിന്റെ പുള്ളി പോയി, വയറ് പോയി. ആമീൻ, ആമീൻ. സ്പൈൽസ് രോഗങ്ങൾ മാറി, ബ്ലീഡിങ് മാറി. അങ്ങനെ പല രോഗങ്ങളാൽ വലയപ്പെട്ട് മരിച്ചു പോകുന്ന വ്യതീത സ്ഥാനത്തിന്റെ കൂട്ടുദാസി എഴുന്നേറ്റ് ഇപ്പോൾ 21 വർഷമായി ഞങ്ങൾ സുവിശേഷ വേല ചെയ്യുകയാണ്. അനേകങ്ങൾ കടന്നുപോയി, അനേരെ നേടുവാൻ ദൈവം ഇടയാക്കി. ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ തന്നെ ലിവറില്ലാത്ത കുഞ്ഞ് 7 വയസ്സ് മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി എഴുതിയെടുത്ത് ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കണമോ? ഹല്ലേലൂയ. ആ കുഞ്ഞിന്ന് ദുബൈയിൽ എഞ്ചിനീയർ ആണ്. ആമീൻ, ആമീൻ. വരും ദിവസങ്ങൾ കടന്നു വരും. ഹല്ലേലൂയ. അനേകം കടന്നു കൊണ്ടുപോയി ഞാൻ സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ മനുഷ്യന്റെ കണക്കൂട്ടിലോ വൈദ്യശാസ്ത്രന്റെ കണക്കൂട്ടിലോ ഒന്നും അല്ല നമ്മുടെ ദൈവത്തിന്റെ കയ്യിൽ ഇരിക്കുന്നത്. അവന്റെ സർവശക്തി, അഭിഷേകം, അവന്റെ അധികാരം, അവന്റെ വചനം, അവന്റെ വെളിപ്പാട്, അവന്റെ ദർശനം, അതൊക്കെയും ഇന്ന് പോൽക്കാലം നമ്മൾ ഓരോരുത്തരും വെളിപ്പെടുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കണം. വീണ്ടും ഇടയാകും. അനേക സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുത്തി കേട്ട ജനമേ, ഹല്ലേലൂയ. ഈ ലോകത്തെ സേവിക്കരുത്. ഹല്ലേലൂയ. മറ്റാരെയും നോക്കരുത്. വിളിച്ചിറക്കുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് മാത്രമേ നോക്കാവൂ. അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരും. അല്ലെങ്കിൽ മറ്റാരും കൂടി തന്നെയല്ല, നമ്മുടെ ആൾക്കാർ തന്നെ കടന്നു വരുമെങ്കിലും ഇന്ന് പകൽക്കാലം ഇതൊന്നും വകവെക്കാതെ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ മുഖം
മുഖത്തേക്ക് നോക്കി ഇന്ന് പോക്കാൽ ഓരോ ചൂടും വെക്കുന്നെങ്കിൽ നീ തകർന്നു പോകത്തില്ല, നീ വീണു പോകത്തില്ല, നിന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. ഈ വചനത്തിന്റെ ശക്തി നിന്നെ നടത്തുവാൻ ശക്തനാണ്. ഈ ലോകത്തെ നോക്കരുത്. ആമീൻ ആമീൻ. ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്റെ 2 മക്കളുടെ മൂത്ത മോള് ഞാൻ പറഞ്ഞില്ലേ നേഴ്സാണ്. അവിടെ വിവാഹം കഴിഞ്ഞ ദിവസം കഴിഞ്ഞു, 3-ാം തീയതി കഴിഞ്ഞു, ജൂൺ 3-ാം തീയതി കഴിഞ്ഞു. മകന് ജോലി ചെയ്യുന്നു. ഹല്ലേലൂയ. സോർമാനായിട്ട് ഫ്രണ്ട്സിൽ ജോലി ചെയ്യാണ്. എന്റെ 2 മക്കൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കണം, എന്നെ പ്രാർത്ഥിക്കണം. എന്റെ പേരും കൂട്ടാശി ഗീത എന്നാണ്. പിന്നെ മോളെ ഞങ്ങൾ മാളു എന്നാണ് വിളിക്കുന്നത്. മോന്റെ പേരും ചിങ്കു എന്ന് വിളിക്കുന്നു. ചിക്കു എന്നാ വിളിക്കുന്നത്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നടന്ന വിധങ്ങളുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് ഹല്ലേലൂയ ഈ സ്ഥാനപ്പെട്ട് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ ഒറ്റ കാര്യം, ഞങ്ങൾ സ്ഥാനപ്പെട്ട് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ആമീൻ ഹല്ലേലൂയ ഒന്നും കൊണ്ടിറങ്ങിയില്ല. ഹല്ലേലൂയ. ദൈവം ഒരു ആലോചന പറഞ്ഞു. ഹല്ലേലൂയ. അറിയാൻ വയ്യാത്ത ദേശത്ത് നിന്നെ കൊണ്ട് ഞാൻ ഇറക്കും. നിന്റെ ചാർച്ചക്കാരോ രക്തബന്ധങ്ങളോ പുരോഹിതന്മാർ ഇതിനോട് കൊണ്ട് പ്രാർത്ഥിക്കുന്നവരോ ആമീൻ ബന്ധു ചാച്ചക്കാരോ ദേശക്കാരോ ആരുമല്ല. നിനക്ക് വേണ്ടി ഞാൻ ദേശത്ത് ജാതികളെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അവരെ കൊണ്ട് ഞാൻ വഴി നടത്തും. ആമീൻ ആമീൻ. ദൈവമക്കളെ 2002 ജൂലൈ 26 ഞാൻ ഈ ദേശത്ത് വന്നു. 3 മാസം മാനുഷികമായി വാടക കൊടുത്തു. ആമീൻ ആമീൻ. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഹല്ലേലൂയ 17 വർഷക്കാലം ഒരു വാടകയും കൊടുക്കാതെ ബംഗ്ലാവുകളിൽ എന്നെ താമസിപ്പിച്ച് ദൈവം എന്നെ കൊണ്ട് വേല എടുപ്പിച്ചു എന്ന് പറയുവാൻ. വണ്ടിക്ക് വണ്ടി, ഹെൽത്തെല്ലാം പൈസയ്ക്ക് പൈസ ഒന്നും എന്റെ അല്ല, എന്നാൽ എല്ലാം കൈകാര്യം ചെയ്യുവാൻ ദൈവം എനിക്ക് വഴിയൊരുക്കി ഈ നിമിഷം വരെ നടത്തി. 2 കുഞ്ഞുങ്ങൾ ജോലി ചെയ്ത് വെളിയിൽ ഇറങ്ങുന്ന സമയം വരെയും എന്നെ പോറ്റി പുലർത്തിയ ദൈവമുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ ജോലി കിട്ടി 3 മാസം കഴിഞ്ഞ് മോനെ പറഞ്ഞു, മോനെ ഫ്രീ സർവീസ് കഴിഞ്ഞു, പോയി വാടകയ്ക്ക് താമസിക്കുകയോ സ്വന്തം വീടിന് ഒരു പ്രാർത്ഥിയില് ഞാൻ തരാൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കണം. ഞങ്ങൾക്കൊരു ഭവനം ആവശ്യമാണ്. ഇന്ന് പകൽക്കാലം അവന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് തരുന്ന ഹിതത്തിനായി ഏൽപ്പിക്കുകയാണ്. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം പോലെ നടക്കണം. അതിനോട് പ്രാർത്ഥിക്കണം. അനേക ദൈവസ്ഥാനിൽ നേടുവാൻ എന്റെ ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞു. ഇട്ടിരുന്നുടുപ്പും ഷർട്ടും തുണിയും ഒരു ചാക്കുകൾ പാത്രവും പറക്കി ഒരു കമ്പിളിയും എടുത്ത് ഈ ദേശത്തേക്ക് ഞാൻ പോകുന്നവനാണ്. പറയാൻ ഒത്തിരി ഉണ്ട്. ഡൽഹിയിൽ താമസിക്കുന്ന കാലത്ത് ജാതി പാരമ്പര്യം വരുന്നതിന് മുമ്പേ ആമീൻ കോട്ടയത്ത് ഒരു വീട് കാണിച്ചു. വലിയ സ്വതം തിരുമേശയോട് കൂടി ഇരിക്കുന്ന വീടിന്റെ 1ാമത്തെ ഫ്ലോറിൽ ഞാൻ താമസിക്കുന്ന വൈഫിനെ സ്വപ്നം കണ്ടു. അന്ന് സ്വപ്നം എന്നാ പറയുന്നത്. വിശ്വാസം വന്നില്ല, എന്തെങ്കിൽ ജാതിയിൽ നിൽക്കുകയാണ്. ആമീൻ വിശ്വാസത്തിൽ വരുന്നതിന് 5 വർഷം മുമ്പ് ആമീൻ ദൈവം ഇങ്ങനെ ദർശനം കാണിച്ചു. ആമീൻ ആമീൻ. ദൈവം എത്ര വിശ്വസ്തനാ, ദൈവം എത്ര കരുതുന്നവനാ. ജാതിയിലായിരുന്ന അന്ന് ദർശനം കാണിച്ച വീട്ടിൽ എന്റെ ദൈവം വിശ്വാസത്തിൽ കടന്നു വന്നപ്പോൾ ആ വീട്ടിൽ കൊണ്ട് ദൈവം എന്നെ താമസിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്റെ ദൈവം ആരാണെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. വർഷങ്ങളായി പ്രാർത്ഥിച്ച് ഒരു വിടലായിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവം അത്ഭുതമായ വിടലും ഇറക്കിക്കൊണ്ടുവരാൻ എന്റെ ദൈവം ശക്തനാണ്. ദൈവജനങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഇന്ന് വെക്കണം യഹോവയിൽ ആശ്രയം കുലുങ്ങാതെ നിങ്ങൾക്ക് സിയോൻ പർവ്വതം വചനത്തെ വിളിച്ചു പറയുന്ന പോലെ കാലം ദൈവത്തെ സേവിച്ച് ദൈവത്തേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ കഥാസാക്ഷ്യത്തിലൂടെ അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗ രാജാവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ കർത്താവേ, ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഈ സമയം വരെ ഞങ്ങളുടെ സാക്ഷിയെ നിൽപ്പാൻ കർത്താവ് ചുരുക്കത്തിലെങ്കിലും പറയുവാൻ ദൈവം കൃപയ്ക്കായി സ്തോത്രത്താവേ. വിവരത്തിൽ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. കർത്താവ് കേൾക്കുന്നവരെ അനുഗ്രഹിക്കണമേ. പ്രിയ സൗകര്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന താവേ, ദാസിയെ അനുഗ്രഹിക്കണം, സഹായിക്കണമേ കർത്താവേ. ദൈവറിയാൻ നടക്കണം. ദൈവദാസനെ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. വിദേശായതും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. മാനിക്കണമേ പ്രാർത്ഥിക്കുന്ന ദാസി കർത്താവേ. മുട്ടിനെ ഭാരപ്പെടുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവേ. പെരിയുടെ ദാസിയുടെ മുട്ടിലും അയച്ച് കർത്താവെ എത്രയും പെട്ടെന്ന് സൗഖ്യമായി പുറത്തിറങ്ങുവാൻ ദൈവം സഹായിക്കണമേ കർത്താവെ. അനേകന് കടന്നുപോയി അങ്ങനെ വേല ചെയ്യാൻ വീണ്ടും മകളെ ഒരുക്കണമേ. ഓടി കാണുന്നു വേല ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. കുടുംബാവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. സകലമുള്ളാൻ നടക്കണം കർത്താവെ. പരിശുദ്ധി ആത്മാവിന്റെ നാമത്തിൽ ദൈവദാസദാസിയെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കേട്ടവരെല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അടിയനെ കുടുംബമായി സമർപ്പിക്കുന്ന ദൈവം സഹായിക്കണം. സകലമാനം മാത്രം പുരുഷന് കത്താൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന ശ്രദ്ധിക്കുക. സ്വോത്രം എല്ലാം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിലപ്പെട്ട അനുഭവ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനേക സാക്ഷ്യങ്ങൾ തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ താൻ പ്രഖ്യാപിച്ചു. ഇനിയും വിളിച്ചു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. സമയത്തിന് പരിമിതികളുണ്ടല്ലോ. എന്നാൽ തന്നെ വിളിച്ച് വേർതിരിച്ച്
ജീവിതത്തിൽ ജീവനുള്ള ദൈവം ആരെന്നും അവന്റെ അത്ഭുതങ്ങൾ എന്തെന്നും കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. ഇന്നും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിന്നിട്ടില്ല. അതിനുള്ള തെളിവാണ് കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവത്തിലൂടെ നമ്മളെ വിളിച്ചറിയിപ്പാൻ തക്കവണ്ണം ഇടയായത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തു കൊടുത്ത് അനേകരെ ഹല്ലേലൂയ ഇങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവരെ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ഈ അനുഗ്രഹീതമായ സാക്ഷ്യം കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. ഇങ്ങനെ അനുഗ്രഹീതമായ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വചനദീപ്തി ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ.